ഡോക്ടർ ആവാൻ വേണ്ടി പുറപ്പെടുന്ന ടൈമിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ജസ്റ്റ് ഒരു ഡോക്ടറായിട്ട് കാര്യമില്ല, നല്ല പേരെടുക്കുന്ന ഡോക്ടർ ആവണം. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹ്യൂമൻസ് ഓഫ് ഹെൽത്ത് കെയർ. ദിസ് ഇസ് രാധിക ഡിജു, മെഡിക്കൽ സ്റ്റുഡന്റ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരു പേരെടുത്ത ഡോക്ടർ, ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി IMAയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, മികച്ച IMA ബ്രാൻഡ് സെക്രട്ടറിക്കുള്ള അവാർഡ് ജേതാവും കൂടിയാണ് എൻ്റെ കൂടെയുള്ളത്. മാത്രമല്ല ഓട്ടോസ്കോപ്പ്, ഒരു ENT സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ള പുസ്തകത്തിന്റെ രചയിതാവ്, MBBS ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്തു, അതിനുശേഷം സ്പെഷ്യലൈസേഷൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്തു, സ്വന്തമായി പ്രൈവറ്റ് ക്ലിനിക്ക് തുടങ്ങി വളരെ സക്സസ്ഫുൾ ആയി ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഡോക്ടർ ശങ്കർ മഹാദേവ്. വെൽക്കം സർ. സാറിന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഓൾസോ സർ IMAന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളും കൂടിയാണ്. എന്താണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ കേരള ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുള്ളത്? നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈവൻ ഒരു ചെറിയ ഇൻ്റർവ്യൂവിൽ പോലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത്ര ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണത്. എസ്പെഷ്യലി സിൻസ് ലാസ്റ്റ് ഒരു പോസ്റ്റ് കോവിഡ് സമയത്തുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ, ജനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, അവരുടെ മനോഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ. ഈവൻ ഒരു 2022 വന്ദനാദാസ് കൊല്ലപ്പെടുന്നത് അല്ലേ അതിനകത്ത്. അപ്പം അതിനുശേഷം ഈവൻ ഡോക്ടേഴ്സിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ ഒരു മെൻറ്റാലിറ്റി രീതിയിലൊക്കെ ഒരുപാട് അവരൊക്കെ മാറി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു പ്രശ്നമുഖരിതമായ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന മറ്റുള്ള ഈ പറഞ്ഞ ആയുഷ് പോലുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന പോലും മോഡേൺ മെഡിസിൻ ഡോക്ടർമാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി അത് IMA നല്ലൊരു ഏതൊരു സാധാരണ ഡോക്ടർക്കും ഇപ്പോൾ ഉണ്ട്. അതെ. അപ്പം ഇതെന്തിനാണ് ഇതൊക്കെ വേറെ പഠിച്ചേച്ച് വെറുതെ ഇങ്ങനെയൊക്കെ, വല്ല ഹോമിയോപ്പതി എൻ്റെ അടുത്ത് തന്നെ പല ഡോക്ടർമാരും പലരും ചോദിച്ചിട്ടുണ്ട്, വല്ല മറ്റ് ഹോമിയോയോ ആയുർവേദമോ എന്തെങ്കിലുമൊക്കെ പഠിച്ചേച്ചൊക്കെ ഇരുന്നാൽ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ആൾക്കാർ, പേഷ്യൻസും ഒക്കെ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് പോലും ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി ഉള്ളതാണ്. അതിൽ വാസ്തവം ഉണ്ടെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും പേഷ്യൻസോ ബൈസ്റ്റാൻഡേഴ്സോ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ എവിടെയോ കുറേ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ഭാഗത്തുണ്ട് കുറേ പ്രശ്നങ്ങൾ. നമ്മുടെ ഈവൻ കരിക്കുലം തൊട്ട് അതിനാണല്ലോ ഇപ്പോൾ കരിക്കുലത്തിലൊക്കെ എങ്ങനെയാണ് ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്യേണ്ടത്, ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും ഇപ്പം ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കരിക്കുലത്തിൽ മാറ്റം വന്നു തുടങ്ങിയില്ല. നമ്മുടെയൊന്നും കാലത്ത് ആരും പഠിപ്പിക്കാനൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ എങ്ങനെ ഒരു പേഷ്യൻ്റ് ഒരു ഡെത്തായാൽ എങ്ങനെ പോയിട്ട് ഒന്ന് പറയണം അവരുടെ അടുത്ത്. ഒന്നുമില്ല, ഡെത്തായാൽ നമ്മൾ ഇങ്ങനെയാണ്, മോശമാണ് സ്ഥിതി, ഇങ്ങനെയാണ് പറയും, അല്ലെങ്കിൽ ഡെത്തായ എന്ന് പറയും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഡെത്തായെന്ന് പറഞ്ഞാൽ എപ്പോൾ അടി കിട്ടും എന്നുള്ളതാണ് അല്ലേ. ഇപ്പം ട്രിവാൻഡ്രത്ത് ഒരു കേസിൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇതുപോലെ രാത്രി 2 മണിക്ക് എന്ന് പറഞ്ഞു മകൻ ഡെത്തായി എന്ന് പറഞ്ഞാൽ അച്ഛൻ അപ്പം തന്നെ പിടിച്ചു, ഒരൊറ്റ കൊടുത്തു, ടാഷ് തീർന്നു. ഇപ്പം ഡെത്തായി എന്ന് പറഞ്ഞാൽ അപ്പം അടിയാണ്. ഇപ്പം താമരശ്ശേരി ഇൻസിഡൻറ്റ് പറയാം. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വന്ന കുട്ടി, അതിനെ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലോട്ട് വിട്ടു. കുറേ കാലം ഇവിടെ ചികിത്സയിലായിരുന്നു, എന്നിട്ട് മരണമാണ്. എന്നിട്ടും പോയി വെട്ടാനായിട്ട് അവർ വെട്ടാൻ ഉദ്ദേശിച്ച ആള് വേറെ ആയിരുന്നു, ആള് മാറിപ്പോയി വെട്ടിയതാണ്. പക്ഷെ വാക്കത്തിയുമായിട്ടൊക്കെ ആശുപത്രിക്കകത്ത് പോയിട്ട് വെട്ടുക എന്നൊക്കെ പറയുമ്പോൾ, എന്നിട്ടും നമ്മളുടെ ആളുകളും നമ്മുടെ മീഡിയാസ്, അതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഉണ്ടായത്, ഇതിനെ ഒരു വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് സമീപിക്കുന്നത് എന്ന് ഞാൻ പറയും. ഇതിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, ഇപ്പം ശരിക്കും പറഞ്ഞാൽ മീഡിയയുടെ ഭാഗത്ത് കുറേയധികം തെറ്റുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പം മീഡിയ ഈ പറഞ്ഞ ന്യൂസ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ മാത്രമല്ല, ന്യൂസ് ബ്രേക്കിംഗ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരാ? മീഡിയാസ് ആണ്. ഇന്നത്തെ താമരശ്ശേരി ഇൻസിഡന്റിൽ സാർ പറഞ്ഞ പോലെ വെട്ടിയിട്ട് വരുന്ന ടൈമിൽ ഇവർ മീഡിയക്കാർ ചോദിച്ചത് ആർക്കാണ് ഈ വെട്ട് സമർപ്പിക്കുന്നത്, ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, ഏതൊരു പാട്ടിന്റെ പരിപാടിന്റെ ഒരു ലാഘവത്തോട് കൂടിയാണ് അവരൊരു വെട്ടിയിട്ട് വരുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചത്. ഞാനത് FB ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മീഡിയ പേഴ്സൺ ചോദിക്കുന്നതാണ് ആർക്കാണ് നിങ്ങളിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ആ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ മോശമാണ് ഇപ്പം അതിൻ്റെ അകത്ത്. അത് സോറി, എനിക്ക് മീഡിയയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, മീഡിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിലും ഈ എന്ത് രോഗി
മരിച്ചാലും രോഗിക്ക് എന്ത് ബുദ്ധിമുട്ടൊന്നാലും ഇതെല്ലാം ഡോക്ടറുടെ അനാവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ അത് മാറണം അതിൻ്റെ അകത്ത്. അതായത് ഒരു സംഗതിയെക്കുറിച്ച് പറയണമെങ്കിൽ ആധികാരികമായി പഠിക്കാതെ അറിയാതെ അത് പോയിട്ട് മീഡിയയിൽ പറയരുത്. കോംപ്ലിക്കേഷൻ പോലും നെഗ്ലിജൻസ് ആയിട്ട് കാണിക്കുന്ന രീതിയിലാണ് വരും ഇവർ പറയുമ്പോഴത്തേക്ക് അങ്ങനെ വരും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇന്ന് റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് എന്ത് കാര്യം വേണേലും മെഡിക്കൽ റിലേറ്റഡ് സാധനങ്ങൾ നിങ്ങൾക്ക് വിളമ്പാം. എടുത്ത് നോക്കുക എന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ഓരോ അസുഖങ്ങളെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ യു നീഡ് നോട്ട് ബി എ ഡോക്ടർ. പോയിട്ട് വന്നിട്ട് നിങ്ങൾ ഇന്നത് കലക്കി കുടിച്ചാൽ മതി, നിങ്ങൾ അത് ചെയ്താൽ മതി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ അസുഖം വന്നാൽ നിങ്ങൾക്ക് തലവേദനയാണെങ്കിൽ നിങ്ങൾക്ക് അത് മൈഗ്രെയിൻ ആയിരിക്കും, മൈഗ്രെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണ്. അപ്പം ശരിക്കും ഇങ്ങനെ മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി മീഡിയയോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ സംസാരിക്കരുത്. പുറത്ത് പല സ്ഥലത്തും ഇത് നടക്കത്തില്ല ഇതിൻ്റെ അകത്ത്. കാരണം നമ്മളൊരു കാര്യം പറയണം, എനിക്കിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ENT റിലേറ്റഡ് ഒരു കാര്യം മാത്രമേ എനിക്ക് ആധികാരികമായി പറയാൻ പറ്റുള്ളൂ. അതർവൈസ് ഞാൻ എൻ്റെ സ്പെഷ്യാലിറ്റി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുപോലെ ഇരുന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ഒരു എൻറ്റേർലി എനിക്കറിയാൻ പാടില്ലാതെ ഞാനൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ പറയുക, അല്ലെങ്കിൽ ആർമിയിൽ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇന്ത്യ അങ്ങനെ ചെയ്യണമായിരുന്നു എന്നാലാണ് എനിക്കെന്താ അതിനെക്കുറിച്ചിട്ട് അറിയാവുന്നത്? ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയണോ? അത് എനിക്കറിയാവുന്ന സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കുന്ന സ്പെഷ്യാലിറ്റി ENT നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാം. ENTയെ കുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ആ അസുഖത്തെ കുറിച്ചിട്ട് ചോദിച്ചാലും പറയാം. ഇനി ഒരു ECG കണ്ടിട്ട് പോലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ബേസിക്കായിട്ട് ഓക്കെ ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ, കുഴപ്പമുണ്ട് ഇല്ല ഇല്ലാതാവാം, എന്നാലും ഒരു കാർഡിയോളജിസ്റ്റ് അത് കണ്ടെങ്കിൽ അത് കൺഫേംഡ് ആയിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ, ഇല്ല എന്നുള്ളത്. അല്ലാതെ പോലും ഞാൻ അതൊരു ECG ഇൻസ്പൈറ്റ് ഓഫ് ഞാനൊരു MBBS പഠിച്ചിട്ടുണ്ട്, കുറച്ച് ആൾ വർക്ക് ചെയ്തു ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറേ ECG കണ്ടിട്ടുമുണ്ട്. എന്നാലും ഞാൻ ECGയെ കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇതിന് ഒരു ലോ വരണം ഇവിടെ, ഇതിനെ റെസ്ട്രിക്ട് ചെയ്യണം സ്ട്രിക്റ്റ് ആയിട്ട്. മീഡിയ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഒന്നില്ലേ അവരൊരു സെൽഫ് റെസ്ട്രിക്ഷൻ അവർ വെക്കാറില്ല, വെക്കത്തുമില്ല. ആസ് ലോങ് ആസ് അങ്ങനെ ഉള്ളിടത്തോളം അനാവശ്യമായിട്ട് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും എതിരെയായിട്ട് ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവന്നാൽ മാത്രമാണ്. അപ്പോൾ ഒരു ഭീതി പടർത്തുകയാണ്, ഒരു ഡോക്ടറെ കുറിച്ചിട്ട് ഭീതി പടർത്തുകയാണ്, ഒരു അസുഖത്തെക്കുറിച്ചിട്ട് ഭീതി പടർത്തുകയാണ്. ഇങ്ങനെ ഇത് ഭീതി പടർത്തി ജനങ്ങളുടെ ഇടയിൽ കയറി ചെല്ലാനുള്ള അവരുടെ തന്ത്രങ്ങൾ അത്രേ ഉള്ളൂ. അതിന് കരുവാക്കപ്പെടുന്നത് മുഴുവൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ഡോക്ടർമാർ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് മാത്രമാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ. അതെ വേണം, നിർബന്ധമായിട്ടും വേണം. ഓക്കെ സാർ, ഇപ്പോൾ അതേപോലെ പറഞ്ഞ രീതിക്ക് ഇപ്പം വിഷയമായി കൊണ്ടുവയ്ക്കുന്ന വേറൊരു കാര്യമാണ് ഡോക്ടേഴ്സിൻ്റെ പേയ്മെൻറ്റ്. അസോൾട്ടിൽ റൈസ് ഉണ്ട്, പേയ്മെൻറ്റിൽ റൈസ് ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ സാറിന് എന്താ തോന്നുന്നത്, ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ്, വർക്ക് ലോഡ് ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു പേയ്മെൻ്റ് ആണോ ഇവിടെ ഡോക്ടേഴ്സിന് കിട്ടുന്നത്, എസ്പെഷ്യലി ഗവൺമെൻറ് സെക്ടറിൽ? ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും എല്ലാം പേയ്മെൻറ്റ് കുറവ് തന്നെയാണ്. നമ്മളൊരു 25-30 വർഷം മുമ്പെയുള്ള ഡോക്ടേഴ്സിൻ്റെ പേയ്മെൻറ്റും ഇപ്പോഴത്തെ പേയ്മെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആനുപാതികമായ വളർച്ച നമ്മുടെ പേയ്മെൻറ്റിലില്ല. ബിക്കോസ് നമുക്കിപ്പോൾ ഒരു 25 ഇയേഴ്സ് മേ ബി 30 ഇയേഴ്സ് ബാക്ക് നോക്കിയാൽ ഒരു ഡോക്ടറെ ചിലപ്പോൾ അന്നും 30 രൂപ 40 രൂപ 50 രൂപ ഒക്കെ വാങ്ങിക്കുന്നവരുണ്ടാവും. ഇന്നും കേരളത്തിലെ പേയ്മെൻറ്റ് ഒരു കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഫ്രം ഒരു GP ആണെങ്കിൽ ഒരു 100 രൂപ 150 രൂപ ആണ്. മേ ബി ഒരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ 300 to ഒരു 450-500. സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ മാക്സിമം പോയാൽ 700. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഹാസ് CF മോർ ദാൻ 1000 rupees ഇൻ കേരള. ഈവൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയാൽ പോലും ഒരു 1000-1500 രൂപയ്ക്ക് വാങ്ങി. പക്ഷേ അന്നത്തെ കാലത്ത് പോലും ഈ നമ്മുടെ ഒരു റുപ്പീൻ്റെ ഡീവാലുവേഷൻ നോക്കുക, പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ ചാർജസ് ഇത് നോക്കുക, ഇതിൻ്റെ അകത്ത് വെച്ച് അതിൻ്റെ ഒരു വളർച്ച വെച്ച് നോക്കുക. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായും അത്രത്തോളം നമ്മുടെ കൺസൾട്ടേഷൻ ഫീസ് മാറിയിട്ടില്ല, പോയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത. 2, മെഡിക്കൽ കോളേജ് സർവീസിൽ പേയ്മെൻറ്റ് ഓക്കെ വിത്ത് ദെയർ നോൺ പ്രാക്ടീസിങ് അലവൻസ്. കാരണം അവർ ടീച്ചിങ് കൂടെ ചെയ്യുന്നുണ്ട്, എഗെയിൻ പേഷ്യൻസിനെ നോക്കുന്നുണ്ട്, സർജറീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ അവിടെ നോക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഐ വിൽ സേ, ബട്ട് ഓക്കെ എന്ന് പറയാം. എഗെയിൻ കമ്മിങ് ടു ഹെൽത്ത് സർവീസിൽ വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വളരെ കുറവാണ് കമ്പയർ ടു ദ വർക്ക് ലോഡ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് യു ആർ സീയിങ് OP ഫോർ 150 പേഷ്യൻസ് 200 പേഷ്യൻസ് ഈ ഒരു 6 മണിക്കൂറിൽ നോക്കണം.
എന്നിട്ട് യു ആർ ഗെറ്റിംഗ് എ മിയർ ഒരു 75,000 അല്ലെങ്കിൽ ഒരു 1 lakh, അങ്ങനെ ആ രീതിയിൽ പേയ്മെൻറ്റ് സ്ട്രക്ചർ കമ്പാരിറ്റീവ്ലി ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ് പേയ്മെൻറ്റ് കുറവാണ്. പ്രൈവറ്റിൽ ഇതിലും കുറവാണ്. പ്രൈവറ്റിൽ ഇതിലും കുറവാണ്. കാരണം പ്രൈവറ്റിൽ ഒരു എൻട്രി കേഡർ അല്ലെങ്കിൽ ഒരു ഇതിലോട്ട് വരുമ്പോൾ ഐ നോ മെനി ഓഫ് ദ ഡോക്ടേഴ്സ്, മെനി ഓഫ് ജൂനിയർ ഡോക്ടേഴ്സ് who are pediatricians, ENTs, whatever it may be, they get a payment of average from 30,000 to 60,000. You can't believe it. Because when you are a senior resident, you might be getting 65,000, 70,000. For a third year senior resident, you might be getting 70,000. First year join ചെയ്യുമ്പോൾ I think 55 or 60,000 എന്ന പേയ്മെൻറ്റ് ഉണ്ട്. അതുപോലും പാസ് ഔട്ട് ആയിട്ട് വരുമ്പോഴത്തേക്ക് കിട്ടാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് നമ്മളുള്ളത്. പേയ്മെന്റ് റൈസ് ചോദിക്കുമ്പോൾ പൊതുവേ ആൾക്കാർ കമന്റ് സെക്ഷനിലടക്കം ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ഇത് റിലേറ്റഡ് എന്ത് വീഡിയോ എടുത്താലും കാണാം, നിങ്ങൾ ചെയ്യുന്നത് സേവനാണ്, നിങ്ങൾ പേയ്മെന്റ് കാര്യം പ്രതീക്ഷിക്കരുത്. സാറിന്റെ ഒപ്പീനിയൻ, സാർ ഇത്ര കൊല്ലം സേവനം ചെയ്ത് സാറിന് എന്താണ് ഇത് പറയാനുള്ളത്? അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലിവിങ് അല്ലേ, നമുക്കും ജീവിക്കണ്ടേ ഇതിൻ്റെ അകത്ത്. അപ്പം ഡോക്ടേഴ്സിനും ജീവിക്കണം. അവർക്കും കിട്ടിയാൽ അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്, അവരുടെ ഹെൽത്ത്, അവരുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ നോക്കണം, അവർക്ക് പേരൻസ് ഉണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ജീവിക്കാനുള്ളൊരു പൈസ എന്തായാലും വേണം. ഡോക്ടേഴ്സിന് ഒന്ന് മനസ്സിലാക്കുക, ഫ്രീ ആയിട്ട് വേറൊന്നും കിട്ടുന്നില്ല. കിട്ടുക വല്ലയിടത്തും അസുഖമായിട്ട് പോയാൽ വല്ല മരുന്ന് വല്ല ഡോക്ടർ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്താലായി അല്ലേ. അല്ലാതെ നിങ്ങളൊരു ഡോക്ടറാന്ന് പറഞ്ഞാൽ എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല ഫ്രീ ആയിട്ടൊന്നും. മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല. സാധാരണ ഒരു സാധാരണക്കാരന് അവന് വേറെ പല തരത്തിലുള്ള ആനുകൂല്യങ്ങളോ ഗവൺമെൻറ് അടുത്തോ ഒക്കെ കിട്ടുന്നുണ്ടാവും. ഇവിടെ അത്തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങളും ഇവിടെ ഡോക്ടേഴ്സ് എന്നുള്ളൊരു കിട്ടുന്നില്ല, ഒരു പരിഗണനയില്ലാതാണ്. അപ്പം ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണത്. ആൾക്കാർ പക്ഷെ ഒരു പ്രിവിലേജ്ഡ് സെക്ഷൻ ആയിട്ടാണ് ഈ ഡോക്ടേഴ്സിനെ കാണുക. നിങ്ങൾ ഡോക്ടറാണോ, നിങ്ങൾ റിച്ച് ആയിരിക്കും, വലിയ കാറിലായിരിക്കും വരുന്നത്, വലിയ വീട്ടിലായിരിക്കും, ആ ഒരു രീതിയിലാണ് എപ്പോഴും സമൂഹം നോക്കി കാണുന്നത്. ഒരു ഡോക്ടറിന് ഇതാണ് ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഡോക്ടേഴ്സിന്റെ സിറ്റുവേഷൻ സാറിപ്പോൾ പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് പറയട്ടെ. പണ്ട് നമ്മൾ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ പഴയ സിനിമ നസീർ സത്യൻ്റെ ഒക്കെ സിനിമയായിട്ട് ഡോക്ടർ എന്നാണ്. അപ്പം അതിൻ്റെ സിനിമയിലൊക്കെ വരുമ്പോൾ ഒരു അംബാസഡർ കാറ്, ഒരു വെള്ളക്കോട്ട്, ഒരു സ്റ്റെതസ്കോപ്പ്, ഒരു പെട്ടി പിടിക്കാനായിട്ട് ഒരു കൂടെ ഒരാളും ഉണ്ടാവും. അവർ വന്ന് പിടിക്കും. ഹൗസ് വിസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു. ഹൗസിൽ പോകും, കാണും, തിരിച്ച് അവർ പെട്ടി കൊണ്ട് അവിടെ കൊണ്ടുവെക്കും, ഇതൊക്കെ ചെയ്യും. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് അംബാസഡർ കാറുള്ള എത്ര പേര് അന്ന് ആ നാട്ടിലുണ്ടെന്നല്ലേ? വളരെ കുറച്ചായിരിക്കും അംബാസഡർ കാർ. അന്നൊരു ഡോക്ടർക്ക് അംബാസഡർ കാറ്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് പ്രീമിയർ പത്മിനിയായി. 80കളിലൊക്കെ 80s നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്മിനി, ഒരു ഫിയറ്റ് വണ്ടി ഉണ്ടല്ലോ, അതാണ് പ്രീമിയർ പത്മിനി എന്നാണ്. പിന്നെ ഒരു 86 കഴിഞ്ഞപ്പോൾ മാരുതി ഇറങ്ങി തുടങ്ങി, ഒരു മാരുതി കാർ ഉണ്ടായി. ഇതൊക്കെ വന്നു തുടങ്ങി. പിന്നെ വന്ന് ഇന്നിപ്പോൾ നാട്ടിലില്ലാത്ത വണ്ടികളില്ല അല്ലേ? ഈ വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ വണ്ടികളുമായിട്ട് നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്കിയതിൻ്റെ അത് ഡോക്ടർമാരിന്നും പഴയ മാരുതിയിലും ഉണ്ടായാലും ഇതിലൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതേസമയം ഇവിടെ ഇറങ്ങിയിട്ടുള്ള ബെൻസ്, BMW, ഔഡി, ഇതിൻ്റെയൊക്കെ വണ്ടികളും മറ്റു വണ്ടികളും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നാട്ടിലുള്ള എത്ര ഡോക്ടർമാർക്ക് ഇത്തരത്തിലുള്ള വണ്ടികളുണ്ട്. അപ്പം റിച്ച്നെസ് അല്ലെങ്കിൽ ഒരു റിച്ച് ഡോക്ടർ എന്ന് പറയുന്നത് ഒരു വെരി സ്മോൾ സെഗ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇന്ന് കേരളത്തിലെ കണക്ക് പ്രകാരം ഏതാണ്ട് 1,25,000 ഡോക്ടർമാരെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെച്ചിട്ടുള്ള കണക്കുകൾ. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയാൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1% താഴെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ അകത്ത്. ബാക്കി എത്രയോ ഡോക്ടർമാരുണ്ട്, ബൈക്കിൽ വരുന്ന ഡോക്ടർമാരുണ്ട്, സ്കൂട്ടറിൽ വരുന്ന, ബസ്സിൽ വരുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ആ രീതിയിൽ ഒരു എക്സ്ട്രാ വാഗൻസ് അല്ലെങ്കിൽ ലക്ഷറി എന്ന് പറയുന്നത് അർഹിക്കുന്നുണ്ടെങ്കിലും ആ അർഹതയിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് ഡോക്ടർമാരുള്ളത്. അവരുടെ പേയ്മെൻറ്റ് തന്നെയാണ്, പേയ്മെൻറ്റ് സഫീഷ്യൻ്റ് അല്ല അവരെ സംബന്ധിച്ചുള്ള അതിലേക്ക് എത്താനായിട്ട്. പക്ഷേ സൊസൈറ്റി ആസ് സച്ച് വളർന്നിട്ടുണ്ട്. അത് ഇടുന്ന വേഷത്തിലായാലും ഓടിക്കുന്ന വണ്ടിയിലായാലും ഇതിലെല്ലാം സൊസൈറ്റി വളർന്നിട്ടുണ്ട്. ആ വളർച്ച ഡോക്ടർമാരുടെ വളർച്ചയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ അകത്ത്. പിന്നെ എങ്ങനെ പറയും? പക്ഷേ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതൊരു മിസ്കൺസെപ്ഷനാണ് അതിൻ്റെ അകത്ത്. അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞ വാചകം തന്നെ ഞാൻ പറയുകയാണ്, സേവനം നിങ്ങൾ സേവിക്കുക, 24 hours നിങ്ങൾ സേവിക്കുക, എപ്പോഴായാലും ഇതിനു വേണ്ടി ഡെസ്റ്റിൻഡ് ആണ് എന്നുള്ളത്. സേവനം ഒരു ഭാഗത്തുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ മറുഭാഗത്ത് അതിജീവനം എന്നൊരു കാര്യം കൂടെ. ഇത് അതിജീവിക്കാനുള്ള ഒരു ജീവിതത്തിൽ ഒരു പോരാട്ടമാണ് ഇപ്പോൾ ശരിക്കും ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ പോരാട്ടം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, സാറിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാൻ ആ പോസ്റ്റ് ഒന്ന് എടുക്കുകയാണ്.
സാറിൻ്റെ ഒരു ഒപ്പീനിയൻ, അതോടൊപ്പം തന്നെ 3 ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ആണ് ഇട്ടിട്ടുള്ളത്. ഒപ്പീനിയനിൽ പറയുന്നത് ഇതാണ്: വാട്ട് ഐ സെഡ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക് ബിക്കംസ് ട്രൂ ഇൻ 2025. ആൻഡ് ന്യൂസ് ക്ലിപ്പിംഗിലത്തെ ഒരു ഭാഗം ഞാൻ വായിക്കാം. My parents had taken huge loans. After graduating, there were no jobs and I couldn't afford a clinic. So I began delivering food and driving a bike taxi. My parents think I am a junior doctor, says an MBBS graduate. ഇത് ഒരു തമിഴ്നാട്ടിലെ ഒരു MBBS ഗ്രാജുവേറ്റിൻ്റെ സിറ്റുവേഷൻ ആണ്. അതായത് MBBS അയാൾ പഠിച്ചു കഴിഞ്ഞു, പക്ഷെ അയാൾക്ക് ജോലി കിട്ടുന്നില്ല. അവസാനം ഫുഡ് ഡെലിവറി ആണ് ഇപ്പം ചെയ്ത് ജീവിക്കുന്നത്. ഇത് കേരളത്തിലുണ്ടാവോ? കേരളത്തിൽ സ്വിഗ്ഗി സൊമാറ്റോയിൽ എത്തിയില്ലെങ്കിലും ഞാൻ പ്രഡിക്റ്റ് ചെയ്ത വേറൊരു കാര്യമുണ്ട്. നെക്സ്റ്റ് 3 years 4 years യു ക്യാൻ സി എ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വിത്ത് എൻ MBBS ഡിഗ്രി. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഒരു ഫാർമ കമ്പനീസിലൊക്കെ അവരുടെ ഒരു പ്രൊഫഷണൽ ഈ ഡോക്ടേഴ്സിൻ്റെ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഹെഡ് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിവിഷനിൽ ഒരു ഭാഗമായിട്ട് ഡോക്ടേഴ്സിനെ അവരെടുക്കുന്നുണ്ട്. പല മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് ഇങ്ങനെ ഒരു വിങ് ഉണ്ട്. അതിലൊക്കെ തലപ്പത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറായിരിക്കും, അയാളൊരു MBBS കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഒരു സാധനം കൂടി ചെയ്തിട്ടുണ്ടാവും. ഒരു 1 or 2 years എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നാളെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ ഈ ബി-ഫാം കഴിഞ്ഞ ആൾക്കാരാണ് ഒരുപാട് നമ്മുടെ ഈ ഫാർമ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്ന ആൾക്കാർ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഇതൊന്നും വേണ്ടായിരുന്നു. പണ്ട് നമ്മുടെ ബാലചന്ദ്ര മേനോൻ്റെ സിനിമയ്ക്കകത്ത് മറ്റേ ബാഗും തൂക്കി ഇങ്ങോട്ടൊരു ടൈം നോക്കി ഇങ്ങനെ വരുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് അതിൻ്റെ അകത്ത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പം അവർക്ക് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. റെപ്രസെൻറ്റേറ്റീവ്മാർക്ക് താടി പാടില്ല, ഒരു ഭയങ്കര ടിപ്പ് ടോപ്പ് ആയിരിക്കണം, ടൈ ധരിക്കണം, ഇങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് അവർക്ക്. പാൻസൊക്കെ ഇൻ ചെയ്തിട്ടേ നടക്കാൻ പാടുള്ളൂ. ശരിക്കും ഡോക്ടറെ കാട്ടി കുട്ടപ്പനായിട്ട് നടക്കുന്ന മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാർ ആണെന്നുള്ളതാണ്. പക്ഷേ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണേലും ഏത് രീതിയിൽ വേണേലും ഒരു വരാം, അല്ലെങ്കിൽ അവർ വരുന്നുമുണ്ട് അതിൻ്റെ അകത്ത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ബി-ഫാം ഒക്കെ മാറിയിട്ട് മെല്ലെ MBBS കഴിഞ്ഞാൽ, കാരണം ഇത് ജോലിയില്ലാതെ എവിടെയെങ്കിലും ജോലി വേണ്ടേ അതിൻ്റെ അകത്ത്. അപ്പം ആ രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ഒരു ഭാഗത്തെങ്കിലും ഒരു ചെറിയൊരു ശതമാനമെങ്കിലും ഇത്തരത്തിലുള്ള മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാരായിട്ട് MBBS കഴിഞ്ഞ ഗ്രാജുവേറ്റ്സ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇന്ന് വളരെ വളരെ കുറഞ്ഞു കഴിഞ്ഞു. തുലവും വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺലെസ് വി സെർച്ച് ഫോർ അവർ ഓൺ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ വി ഷുഡ് ബി ദ കിങ്. നമ്മളാരും കിങ് ആക്കൂല. നിങ്ങളെ വന്നിട്ട് ഇതേ ഇരിക്കും, നിങ്ങളൊരു ഡോക്ടർ നിങ്ങളവിടെ ഇരിക്കുന്ന കാര്യം പറയില്ല. നമ്മൾ നമ്മുടെ കസേര ഇട്ട് അവിടെ ഇരുന്നേ പറ്റൂ. അതിൻ്റെ അകത്ത് ആ രീതിയിൽ നമ്മൾ മാറണം, നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം, നമ്മൾ വരണം. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ ഇടനിലക്കാരുണ്ട് അതിൻ്റെ അകത്ത്. അവരാണ് കുറേ കൂടെ ഇപ്പോൾ ക്ലിനിക്ക്, ഇപ്പം നമ്മൾ ഈ ചുറ്റും കാണുന്ന പല OP ക്ലിനിക്ക്, പല കാര്യങ്ങൾ, ഇതെല്ലാം ഒന്നുമില്ലെങ്കിലും ഏത് ഫാർമ ഡ്രിവൺ ആണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുമില്ല മെഡിക്കൽ ഷോപ്പ് ആ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ലാബ് ഡ്രിവൺ ആണ്, ലാബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് അവിടെ പോയിട്ട് അവിടുത്തെ ഒരു OP ക്ലിനിക്ക് ഇരുന്നു, ഇവിടെ ഇരിക്കുന്നു. ഇപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രാക്ടീസ് തന്നെ. ഇപ്പം നമ്മളൊരു റോഡ് നമ്മൾ കവർ ചെയ്ത്, ഇവിടെ നിന്ന് മലപ്പുറം വരെയുള്ള റോഡ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രാമനാട്ടുകര, പുളിക്കൽ, കൊണ്ടോട്ടി, മോങ്ങം, മലപ്പുറം, ഇങ്ങനെ ഒരു 4-5 സ്ഥലത്ത് എല്ലായിടത്തും ഓരോ പോളിക്ലിനിക്സ് ഒരു ഇതുണ്ടാവും. ഇറ്റ് വിൽ ബി ഒരു ഒരു മെഡിക്കൽ ഷോപ്പ് അല്ലെങ്കിൽ ലാബ് ഡ്രിവണോ എന്തെങ്കിലും ആയിരിക്കും. അതിൻ്റെ അകത്ത് ഇവിടെ എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉണ്ടാവും. അവർ പോയിട്ട് അവിടെ 1 മണിക്കൂർ ഇരിക്കുക, ഇത് കഴിഞ്ഞിട്ട് നേരെ പറക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, അവിടെ 1 മണിക്കൂർ ഇരിക്കുക. ഇങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ഇപ്പോഴത്തെ. ഇതിൽ നിന്ന് മാറി അത് ഡോക്ടേഴ്സിൻ്റെ ഇടയിലോട്ട് വരണം. അത് വരണമെങ്കിൽ ഇപ്പം മെഡിക്കൽ ഷോപ്പ് തുടങ്ങണമെങ്കിൽ എങ്ങനെയാണ്? ബി-ഫാം കഴിഞ്ഞ ആളുടെ അല്ലെങ്കിൽ ഡി-ഫാം കഴിഞ്ഞ ആളുടെ, ഫാർമസി കഴിഞ്ഞ ആളുടെ ലൈസൻസിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ പറ്റൂ. ഒരു ആശുപത്രി തുടങ്ങാൻ ഒരു MBBS കഴിഞ്ഞ ആളുടെ ലൈസൻസ് വേണോ? വേണ്ട. ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ഒരു MBBS കഴിഞ്ഞ ആളുടെ ലൈസൻസ് വേണോ? വേണ്ട. ആർക്ക് വേണേൽ തുടങ്ങാം. നാളെ ഇപ്പോൾ ഇവിടെ ഒരു ക്ലിനിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സ്റ്റുഡിയോ അതങ്ങോട്ട് മാറ്റിയിട്ട് ഒരു വെച്ചേച്ച് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റുഡിയോൻ്റെ ഈ പേര് മാറ്റി നേരെ ഒരു ക്ലിനിക് സെൻറ്റർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് പേരിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, അതായി. ആർക്ക് വേണേൽ തുടങ്ങാം. നേരെ പോയിട്ട് കോർപ്പറേഷനിൽ ഒരു കത്തും ഇതും കൊടുത്താൽ മതി. എങ്ങനെയാണ് ഹെൽത്തിൽ നിന്ന് ഒരു ലൈസൻസ് എടുക്കണം, അവർ വരും. കുറച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യേണ്ടതായിട്ട്. അതൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ലൈസൻസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. യു ഡോണ്ട് നീഡ് എ ഡോക്ടർ ദെയർ അൾട്ടിമേറ്റ്ലി, ബട്ട് ഹു ഈസ് ഗോയിങ് ടു മാൻ ദെയർ, ഹു ഈസ് ഗോയിങ് ടു ഹെഡ് ദെയർ, ഹു ഈസ് ഇൻ ചാർജ് ഈസ് എ ഡോക്ടർ. അവിടെ ഫാർമസിയിൽ സർട്ടിഫിക്കറ്റ് മതി, തൂക്കി കൊടുത്താൽ മതി. ഫാർമസിസ്റ്റ് അവിടെ വേണമെന്നില്ല. പലപ്പോഴും അങ്ങനെയാണ്. പണ്ടൊക്കെ വെച്ചാൽ ഫാർമസിസ്റ്റ് അവരൊരു ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പൈസ ഉണ്ടാക്കും.
ഒരു മെഡിക്കൽ ഷോപ്പിൽ വെക്കാൻ 5,000 രൂപ 10,000 രൂപയാണ്. അങ്ങനത്തെ ഒരു 3 മെഡിക്കൽ ഷോപ്പിൽ ഇതേ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ചിലപ്പോൾ. എന്നിട്ട് ഫാർമസിസ്റ്റ് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യും നിൽക്കും. അപ്പം ഈവൻ ഇപ്പം അത് പറ്റില്ല. ഇപ്പം ഒറിജിനൽ അവിടെ വേണം, ഒറിജിനൽ അവിടെ തന്നെ ഉണ്ടാവണമെന്നാണ് ഇപ്പം നിയമം മാറി. എന്നാലും ഞാൻ പറയാം, ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കോ തുടങ്ങണമെങ്കിൽ ഇതിലൊരു MBBS ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ തുടങ്ങാൻ പറ്റൂ. എന്ന് വന്നു കഴിഞ്ഞാൽ എന്തോ പറ്റും, എല്ലാം ഡോക്ടേഴ്സിനെ തുടങ്ങാൻ പറ്റുള്ളൂ, ഡോക്ടേഴ്സേ വരുള്ളൂ, അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും, വീണ്ടും കൂടും അതിൻ്റെ അകത്ത്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് വരേണ്ടത്. ഗവൺമെൻറ് ഇവിടെയൊക്കെയാണ് നമുക്ക്. സർ അത് പറഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്, ശരിക്കും ഒരു ഐറണി വരുന്നില്ല അവിടെ. അതായത് ഒരു സ്ഥലത്ത് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, നേരെ മറിച്ച് മറ്റൊരു സ്ഥലത്ത് പേഷ്യൻറ്റിൻ്റെ ലോഡ് കൂടി വരികയാണ്. അപ്പോൾ ഈ ഡോക്ടർ പേഷ്യൻ്റ് റേഷ്യോ കൺസേണിങ് ആയ ഒന്നല്ലേ? അതായത് ബേസിക്കലി നമുക്ക് എപ്പോഴും നമ്മുടെ നാട്ടിൽ കേരളത്തെ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 to 70% ഇപ്പോഴും ഒരു പ്രൈവറ്റ് അങ്ങനെ ഒരു രീതിയിൽ പേഷ്യൻസ് വരുന്നവരാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന. റെസ്റ്റ് ഓഫ് ഒരു 30 to 40 ആണ് ശരിക്കും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡിപ്പെൻഡ്. അപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ ആക്ച്വലി വരുന്ന പേഷ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, അല്ലെങ്കിൽ കാറ്റർ ചെയ്യുന്ന പേഷ്യൻസ് കുറവാണ്. പക്ഷെ ലോഡ് ഭയങ്കര ഉണ്ട് അവിടെ. എന്താ വെച്ചാൽ നമ്പേഴ്സ് കുറവാണ്. നമ്മുടെ ഹെൽത്ത് സർവീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ ഒരു ആനുപാതികമായ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ WHO ഒക്കെ പറയുന്ന 1000 പോപ്പുലേഷൻ ഒരു ഡോക്ടർ വേണമെന്നൊക്കെയാണ്. ഇത് ഏതാണ്ടോ ഇവിടെ ഉള്ളത് ഒരു 5,000-6,000 പേഷ്യൻസിനാണ് ഒരു ഡോക്ടർ എന്നുള്ളതിൽ വരുന്നത്. അപ്പം അത്രത്തോളം ആ വ്യത്യാസം അവിടെ ഹെൽത്ത് മറ്റേതിൽ വരുന്നില്ല. അപ്പോൾ അത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കുറച്ച് ഡോക്ടർമാരേ ഉള്ളൂ OP-യിൽ. നിങ്ങളൊരു ഹെൽത്ത് സെൻ്ററോ അല്ലെങ്കിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലോ ഇതോ എടുക്കുമ്പോൾ ഒരു 3 പേര് OP ഇരിക്കുന്നു, 2 ആൾ ചിലപ്പം ലീവ് ഇതായിരിക്കും, ഒരാൾ നൈറ്റ് എടുത്ത ആൾക്കാരായിരിക്കും. നൈറ്റ് ഓഫ് എടുത്ത ആൾക്കാർക്ക് പിന്നെയും പിറ്റേ ദിവസവും ജോലി വരെ ഉച്ച വരെ എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം അല്ലാതെ പോകാൻ പറ്റുന്നില്ല. നൈറ്റ് ഓഫാണ്, നൈറ്റ് എടുത്താണ്, ഡ്യൂട്ടിയാണ്, രാവിലെ 8 മണിക്ക് തന്നെ തിരിച്ചു പൊക്കളയെന്ന് പറയാൻ പോകാൻ പറ്റില്ല അവിടെ. കാരണം പിറ്റേ ദിവസത്തെ റൗണ്ട്സ് എടുക്കേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ 11-12 മണിയാവും ചെല്ലുമ്പോഴത്തേക്ക്. അപ്പം രാവിലെ ഒരു 7 മണിക്ക് 7:30 വന്ന് ടോക്കൺ എടുക്കുന്ന ഒരു വ്യക്തി ഒരു ഡോക്ടറെ കാണാൻ വരുന്ന ഒരു 11 മണിക്കോ 11:30 ആയിരിക്കും അയാൾക്ക് സമയം കിട്ടുക. ഈ ഒരു സമയത്ത് വന്ന് ഡോക്ടറെ കാണുമ്പോഴോ അതെന്താ കുഴപ്പം? അതെ അവിടേക്ക് ഡോക്ടറോട് മരുന്ന് എഴുതി കഴിഞ്ഞു ഇവിടെ. അപ്പം ഒരു ഹാർഡ്ലി 30 seconds അല്ലെങ്കിൽ ഒരു 45 secondsനാണ് ഒരു രോഗിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം കഴിഞ്ഞു, മരുന്ന് എഴുതി കൊടുത്തു. അപ്പം ഇത് കാരണം അവിടെ ക്യൂ ആണ്. നിങ്ങൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും കിടക്കുന്ന ഒരു 100 പേരെ ഇനിയും നോക്കാൻ കിടക്കുന്നു. 11 മണിയാകുമ്പോഴേ 100 പേര് കിടക്കുന്നുണ്ട്. പക്ഷേ പേഷ്യന്റ് സൈഡിൽ ആ ഒരു കൺസിഡറേഷനേ ഉണ്ടാവില്ല. അതിന്റെ ഇടയിൽ ചായ കുടിക്കാൻ പോയാൽ അത് പേഷ്യന്റ് ശരിയാണ്. പേഷ്യന്റിന്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഡോക്ടർക്ക് പേഷ്യന്റ് ആ പേഷ്യന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, അല്ലെ പറഞ്ഞാൽ മതി. ഡോക്ടറെ സംബന്ധിച്ചോളം ഇവിടെ ഇരിക്കുന്ന എല്ലാ രോഗികളെയും ഈ തൻ്റെ മുന്നിൽ 150-200 രോഗികളെ പരിശോധിക്കണം. ഈ 2 മണി 2:30 നോക്കി അല്ലെങ്കിൽ 3 മണിക്കുള്ളിൽ നോക്കി വിട്ടിട്ട് വേണം തിരിച്ചവർക്ക് പോകാനായിട്ട്. ഈ രാവിലെ വന്നിരിക്കുക 8 മണി തൊട്ട് OP തുടങ്ങുന്നതാണ്. ഈ ഒരൊറ്റ സമയം പല ഡോക്ടർമാരും എനിക്കറിയാവുന്നത് ഒറ്റ ഇരിപ്പിരുന്നാൽ ഒരു ചായ കുടിക്കാൻ പോലും എഴുന്നേക്കാൻ സാധിക്കാതെയാണ് സർക്കാർ ആസ്പത്രികളിൽ ഇരിക്കുന്നത്. എന്തിനു പറയാൻ, ഒരു വാഷ്റൂമിൽ പോകാൻ പോലും അതിന് പോലും പറ്റില്ല. കാരണം രോഗികൾ ഇങ്ങനെ നോക്കും, ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പലരും പറയുന്നത് ലേഡി ഡോക്ടേഴ്സ് ഫ്രണ്ടിൽ വന്നിരുന്നു കഴിഞ്ഞു മാറുമ്പോഴത്തേക്ക്. അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഈ സർക്കാർ നമ്മുടേത്. കാരണം നമ്മുടെയൊക്കെ ഈ സ്റ്റാഫ് പാറ്റേണും മറ്റുമൊക്കെ നവീകരിക്കേണ്ട സമയം കഴിഞ്ഞു. ഡോക്ടർമാരാണെങ്കിലും ശരി, നഴ്സുമാരാണെങ്കിലും ഗവൺമെന്റിൽ പുതിയ സ്റ്റാഫ് ഇത് വരുന്നില്ല. അതിൻ്റെ അകത്ത് ഇപ്പോഴും 60-64 ഉള്ള സ്റ്റാഫ് പാറ്റേണിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട്, ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ NHRM ഉണ്ടല്ലോ, നാഷണൽ റൂറൽ NRHM, ഇതുവഴിയുള്ള ഡോക്ടേഴ്സ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ആ രീതിയിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലൊക്കെ ഇങ്ങനെ വന്ന് ഡോക്ടർമാരെ നോക്കുന്നുണ്ട്. എന്നിരുന്നാലും ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലെ സർവീസ് എന്ന് പറയുന്നത് പേഷ്യൻസിന് കിട്ടുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് കെയർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. യു കെയിൽ NHS ആണല്ലോ. ഈ NHS എന്നാണ് അവിടുത്തെ ഹെൽത്ത് സർവീസ് ഇതിനെയൊക്കെ വിളിക്കുക, നാഷണൽ ഹെൽത്ത് സർവീസ്. അപ്പോൾ ഈ അവിടെ ഒരു പേഷ്യൻറ്റ് പരിശോധിക്കണമെങ്കിൽ മിനിമം യു ഹാവ് ടു സ്പെൻഡ് 30 to 45 minutes ആ പേഷ്യൻറ്റിനെ പരിശോധിക്കണം. നിർബന്ധമാണ്. നിങ്ങൾ വന്നു കണ്ടു പേര് ചോദിച്ചു അവിടെ മരുന്ന് എഴുതി അങ്ങനെ വിടാൻ പറ്റില്ല പേഷ്യൻറ്റ്. നിങ്ങൾക്ക് ഒരു ദിവസം പരിശോധിക്കാൻ ഒരു 10 to 15 പേഷ്യൻറ്റ്, 15 ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു കാർഡിയോളജി അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 10 തൊട്ട് 15 പേഷ്യൻറ്റ് വരും. 15 എന്ന് പറഞ്ഞാൽ വലിയ മാക്സിമം നമ്പറാണ്. ഒരു പേഷ്യൻറ്റ് 15 രോഗികൾ ഇന്നത്തെ ദിവസം പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ. കാരണം
ഒരു രോഗിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ട സമയം ഒരു 30 to 45 മിനിറ്റ്സ് ആണ്. ഇത് ഡോക്യുമെന്റഡ് ആണ്, ഇത് എഴുതണം, അവിടെ അവരുടെ കാര്യങ്ങളെല്ലാം ചോദിക്കണം, A to Z എല്ലാം എഴുതി വെച്ച് കൃത്യമായ രീതിയിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങളെ അസസ് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. അതേസമയം ഇവിടെ ഈ 45 മിനിറ്റിൽ 50 രോഗികളെ പരിശോധിച്ചിട്ടുണ്ടാവും. അതിപ്പം വ്യത്യാസമൊന്നുമില്ല, ന്യൂറോളജി ആണോ കാർഡിയോളജി ആണോ അല്ലെങ്കിൽ MBBS ആണോ, അതൊന്നും വ്യത്യാസമൊന്നുമില്ല, അതിനിടയ്ക്ക് പരിശോധിച്ചിട്ടുണ്ടാവും. അപ്പം സ്വാഭാവികമായി എന്ത് പറ്റും, പേഷ്യൻസോ ബൈസ്റ്റാൻഡേഴ്സോ ഇവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് അല്ല ഇവിടെ നടക്കുന്ന ചികിത്സ. അപ്പൊ എന്താണ് വയലൻസ് അതിന്റെ. അപ്പോൾ ഇതൊക്കെ ഒരു ബൈ പ്രോഡക്റ്റുകളാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, നേരത്തെ നമ്മുടെ മന്ത്രി പറഞ്ഞ സിസ്റ്റം തകരാറ്, അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ വയലൻസ് എന്ന് പറയുന്നത്. അപ്പം ജനങ്ങളോടം തന്നെ റിയാക്ട് ചെയ്ത് തുടങ്ങും. അവർക്ക് എന്താ റിയാക്ട് ചെയ്യാൻ, അവർക്ക് ആകെ അറിയാവുന്നത് മുന്നിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇരിക്കുന്ന ആൾ ഡോക്ടറാണ്, ഫസ്റ്റ് ആയിട്ട് കാണുന്നത്, ഉള്ള ദേഷ്യം അവിടെ തീർക്കുക, അത്ര തന്നെ. അപ്പോൾ അത് തീർത്തുകൊണ്ടിരിക്കുന്നു, ഒരിക്കൽ തീർത്തു തുടങ്ങി, ഇനിയിപ്പോൾ അതൊരു കലാപരിപാടിയായി കേരളം ഒട്ടാകെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഹോസ്പിറ്റലിൽ വയലൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇത് സർക്കാർ ആസ്പത്രികൾ, ഇത് പ്രൈവറ്റിലും ഉണ്ട്, വയലൻസ് എല്ലായിടത്തും ഉണ്ട്, അവിടെയും ഉണ്ട്, നടക്കുന്നുണ്ട്. പക്ഷേ വലിയ വലിയ ആശുപത്രികളിൽ, ഉദാഹരണം പറയാം, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൽ വയലൻസ് അങ്ങനെ നടക്കാൻ പറ്റില്ല. കാരണം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പോയിട്ട് ഒരു കോൺഫ്രണ്ട് ചെയ്യാനുള്ള അവസരം കുറവാണ്. സെക്യൂരിറ്റി സിസ്റ്റംസ് കുറച്ചുകൂടെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് പ്രൈവറ്റിലാണെങ്കിലും ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, ഇവിടെ എല്ലാം നമുക്ക് വേണ്ടത്, നമുക്ക് കുറേ കാര്യങ്ങൾ വേണം. ഒന്ന് സെക്യൂരിറ്റി ക്യാമറാസ്. നമുക്ക് ഇപ്പോഴും സെക്യൂരിറ്റി ക്യാമറാസ് ഒക്കെ ഗവൺമെൻറ് പറയുന്നെങ്കിലും പലയിടത്തും സെക്യൂരിറ്റി ക്യാമറയോ ഇതോ ഒന്നും പൂർണ്ണമായിട്ടും ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. റെസ്ട്രിക്ഷൻ വേണം, എൻട്രി പോയിന്റ്. അവിടെ നമുക്ക് എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ ആശുപത്രി എന്ന് പറയുന്നത്. ഒരു പേഷ്യൻ്റ് ബൈസ്റ്റാൻഡറൊക്കെ കടന്ന് അനുവാദം വാങ്ങിച്ച് പോകണമെന്നുണ്ടെങ്കിൽ പുറത്ത്, അതായത് യൂറോപ്പിലോ US ഒക്കെ ഹോസ്പിറ്റൽസിൽ ഒരിക്കലും എൻട്രി എന്ന് പറയുന്ന എല്ലാവർക്കും അനുവദനീയമല്ല. പേഷ്യൻസിനെ നിങ്ങൾ അവിടെ കിടത്തും, ഡോക്ടർമാർ നോക്കും, ഒക്കെ ചെയ്യും. മാക്സിമം പോയി ഒരാൾക്ക് എങ്ങാനും കൂട്ടിരിപ്പോ എങ്ങാനും ഇരിക്കാം അവിടെ. അതല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ആപ്പിളും ഇതൊക്കെ വാങ്ങി കൊണ്ടുവന്ന് രോഗീൻ്റെ സുഖവിവരം അന്വേഷിക്കുന്ന പരിപാടി അവിടെ ഇവിടെയില്ല. ആശുപത്രിയിൽ പോയി അന്വേഷിക്കാൻ പറ്റില്ല. അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് ഡോക്ടറോട് എല്ലാവർക്കും പോയിട്ട് കാര്യം, അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് ഡോക്ടർ ആ രോഗിയുടെ വിവരം കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ആ ഡോക്ടറുടെ റൂമിൽ വിളിക്കും, അവിടെ വെച്ച് പറയും. ഇവിടെ അങ്ങനെ അല്ലല്ലോ സ്ഥിതി. ഇവിടെ നമ്മളൊരു മെഡിക്കൽ കോളേജ് നോക്കുക, എത്ര ആൾക്കാരാണ് അതിൻ്റെ അകത്ത് വാർഡിൽ കയറി ഇറങ്ങുന്നത്. സെക്യൂരിറ്റി അവിടെ കടന്നു ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 2 വർഷം മുമ്പ് സെക്യൂരിറ്റിക്കാരനുമായിട്ട് ഇവിടെ ഒരു അടിയുണ്ടായി. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ് അടിച്ചത് എന്നുള്ളത് കൊണ്ടും ആ രാഷ്ട്രീയ പാർട്ടി അവസാനം അവരുമായിട്ട് കുറേ നാൾ തർക്കവും കാര്യങ്ങളും ഒക്കെ നടക്കുകയും അത് കോടതി കേസ് വരെ എത്തുകയും പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തുകയൊക്കെ ഉണ്ടായി. അപ്പോൾ സെക്യൂരിറ്റി എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. അയാൾ പറഞ്ഞാൽ ആ കാര്യം പറഞ്ഞാൽ കേൾക്കേണ്ട ഉത്തരവാദിത്തം മറ്റുള്ളവർക്കാണ്. എല്ലാവർക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ആശുപത്രികൾ എന്ന് പറയുന്നത്. എൻട്രി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എല്ലാ ബൈസ്റ്റാൻഡേഴ്സിനും കയറി ചെല്ലാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ അകത്ത് ഉള്ളിൽ സെക്യൂരിറ്റി ക്യാമറാസ് നിർബന്ധമായിട്ടും വേണം. പരിശോധന, അതായത് ഇവർ കൊണ്ടുവരുന്ന സാധനങ്ങളിലും പരിശോധന കൃത്യമായി വേണം. നമ്മളൊരു എയർപോർട്ടിൽ നമ്മൾ പോയിട്ട് നമ്മൾ കയറിയിട്ട് അവിടെ പോയിട്ട് 2 എണ്ണം കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് അവർ ടിക്കറ്റ് അവിടെ കൊടുത്തിരിക്കുന്ന കൗണ്ടർ, ഇൻഡിഗോ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ അവരെന്ത് ഇപ്പോൾ ടിക്കറ്റ് ഉണ്ടെന്നോ ഇല്ലെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഡിലേഡ് ആണ്, ഇത്ര മണിക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ മാക്സിമം ബഹളം വെക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അവിടെ വല്ലാണ്ട് കയറിയിട്ട് അവിടെ കയറി കളിച്ചാൽ ചിലപ്പോൾ ഫ്ലൈറ്റിൽ പോകില്ല, അവിടെ പുറത്തിരിക്കും. അങ്ങോട്ട് എയർപോർട്ടിൽ നിന്ന് അവർ പിടിച്ച് പുറത്താക്കും. അവിടെ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സെക്യൂരിറ്റി പേഴ്സൻ്റെയിൽ തോക്ക്, അത് പൊട്ടിക്കാറൊന്നുമില്ല, പക്ഷെ ഒരു പേടിയുണ്ട് ആ സാധനം കാണുമ്പോഴത്തേക്ക്. സെക്യൂരിറ്റി പേഴ്സണൽ വേണം, ആംഡ് സെക്യൂരിറ്റി ഗാർഡ്സ് ഹോസ്പിറ്റൽസിൽ നിർബന്ധമായും വേണം. അതിൻ്റെ അകത്ത് ഇത്തരം കാര്യങ്ങൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഒരു സേഫ് സോണായി ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. ഇത്തരം പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം നമുക്ക് ഇനിയും അടികൾ കൊണ്ടുകൊണ്ടേവിട്ടിരിക്കും. അതിൻ്റെ അകത്ത് നമ്മളെല്ലാവരും ഏത് നിമിഷം വേണമെങ്കിലും അടികൊള്ളാൻ വൾനറബിളാണ്. ഇപ്പോൾ സേഫ് സോൺസ് എന്ന് പറയുന്നത്, എയർപോർട്ട് സേഫ് സോണാണ്. അവിടെ ഇത് അനുവദനീയമല്ല. നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് ആംഡ് എന്തെങ്കിലും ഒരു സാധനമായിട്ട് പോകാനുള്ള നിങ്ങൾ അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആശുപത്രികളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ കർക്കശമാക്കണം. സെക്യൂരിറ്റി ഗാർഡ്സ് നിർബന്ധമായും വേണം, ആംഡ് സെക്യൂരിറ്റി ഗാർഡ്സ് ആയിരിക്കണം. സെക്യൂരിറ്റി ക്യാമറാസ് വേണം. സർവൈലൻസ് സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കണം. സർ, ഇപ്പം സേഫ്റ്റി കൺസേൺസ് പറഞ്ഞു, അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. കുറച്ച് മുമ്പെയൊക്കെ നമുക്ക് സമരം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഇരുന്ന് പഠിക്കാൻ ക്ലാസ് റൂം ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്, റിസോഴ്സസ് കുറവാണ്, സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടാവുന്നുണ്ട്.
എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് പരിഹരിക്കാതെ ഇതൊക്കെ നീണ്ടുപോകാൻ കാരണം എന്താണ്? അല്ല, അതായത് ഒന്ന് ഗവൺമെൻറ് പുതിയ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങാമെന്നുള്ളൊരു തീരുമാനമെടുത്തു. ഈവൻ ജില്ലാ ആശുപത്രിയെ പോലും മെഡിക്കൽ കോളേജായി മാറ്റുക. ഗവൺമെൻറ് ഉദ്ദേശിച്ച എന്താ, മെഡിക്കൽ കോളേജ് പുതുതായിട്ട് മെഡിക്കൽ കോളേജ് അവിടേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത് മെഡിക്കൽ കോളേജ് ബോർഡ് എഴുതി വെച്ചതുകൊണ്ട് ഒരിക്കലും ഒരു ആശുപത്രി മെഡിക്കൽ കോളേജ് ആവില്ല. അടിസ്ഥാന വികസനം അവിടെ എല്ലാവർക്കും ആവശ്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. വയനാട്ടിൽ മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള എത്രയോ കാലത്തെ ഒരു ആഗ്രഹമാണ്. അങ്ങനെയാണ് അവസാനം പ്രൈവറ്റിൽ വിംസ് വന്നു. വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങി അവിടെ ഒരു കോച്ചിങ് കാര്യങ്ങൾ ഇതെല്ലാം പോകുന്നുണ്ട്. പക്ഷേ അത് പ്രൈവറ്റിലാണ്. ജനങ്ങൾക്കാണെങ്കിലും പോയാൽ പൈസ കൊടുക്കണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇതിന് ഒരു മെഡിക്കൽ കോളേജ് വേണം, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മെഡിക്കൽ കോളേജ് അവിടെ വേണം എന്നുള്ളൊരു ആഗ്രഹം എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. കാരണം എന്തുണ്ടെങ്കിലും ചുരം ഇറങ്ങി ഇങ്ങോട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഗവൺമെൻറ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തു, മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രി എടുത്തിട്ട് ബോർഡ് മാറ്റി വെച്ചു. എന്നിട്ട് മെഡിക്കൽ കോളേജിലുള്ള കുറേ ഡോക്ടർമാരെയൊക്കെ കൂടി നിങ്ങൾ ഓർത്തോപീഡിക്സ്, കാർഡിയോളജി, അവിടെ ഇവിടെ നിന്ന് 2 പേര് അവിടെ പോകും, അവിടെ നിന്ന് ഒരാൾ ഇവിടെ പോകും എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും കൂടെ അങ്ങോട്ടൊക്കെ വിട്ടിട്ട് ഇതാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയും. ഇത് ആദ്യം പരീക്ഷ മഞ്ചേരിയിലാണ്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അല്ലേ. മഞ്ചേരി ഇപ്പോഴും ഒരു ഭാഗം ജില്ലാ ആശുപത്രിയുമാണ്, ഒരു ഭാഗം മെഡിക്കൽ കോളേജായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇനിയിപ്പം മാനന്തവാടിയിലും ഇതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഇത് കൊടുക്കും. നമ്മൾ ഓൾറെഡി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു, കാസർഗോഡ് തുടങ്ങിക്കഴിഞ്ഞു, സ്റ്റുഡൻസും തുടങ്ങിക്കഴിഞ്ഞു. അവിടെ വെറും ഒരു ബിൽഡിംഗ് മാത്രമുണ്ട്, ഒരു ഓണക്കേറാ മൂലയിൽ. അപ്പം ഇങ്ങനെ ഈ രീതിയിലൊരു മെഡിക്കൽ കോളേജ് സെറ്റപ്പുകൾ തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ കാര്യമില്ല. അപ്പോൾ അതിന് കൃത്യമായി മെഡിക്കൽ കോളേജ് തുടങ്ങണമെങ്കിൽ അതിനൊരു സ്റ്റാഫ് പാറ്റേൺ വേണം. ഇതുപോലെ അവിടെയും ഇവിടെയും ഉള്ള ആൾക്കാരെ എടുത്തിട്ട് ഇൻസ്പെക്ഷൻ വരുമ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയിട്ടിട്ട് കാര്യമില്ല. അതാണ് ഇവിടുത്തെ ബേസിക് പ്രശ്നം. ഇപ്പോൾ ഇടുക്കിയിലല്ലേ സമരം നടന്നു തോന്നുന്നു, ഇടുക്കിയിൽ. അപ്പം ഇടുക്കിയിൽ എന്താ സംഭവിക്കുന്നത്, കോട്ടയത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, അവിടെ നിന്ന്, ഇവിടെ നിന്ന് എല്ലായിടത്തുനിന്നും കുറേ ആൾക്കാരെ മാറ്റിയിടും. കോന്നി മെഡിക്കൽ കോളേജ് അവിടെ ഇതുപോലെ തന്നെ എല്ലായിടത്തുനിന്നും സ്റ്റാഫിനെ പിടിച്ച് മാറ്റി കുറച്ച് പേര് അവിടെ കൊണ്ടുപോവുക, ഒരു 100 പിള്ളേരുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ട്രാൻസ്ഫേഴ്സ് നടക്കുന്നത് ഇപ്പം തന്നെ എൻ്റെ കോളേജിലൊക്കെ, ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ സ്ട്രൈക്കാണ്, ഡോക്ടേഴ്സ് സ്ട്രൈക്കിലാണ്. വൺസ് ഇൻ എ വീക്ക് OP ക്യാൻസൽഡ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ അലവൻസ് കാര്യങ്ങൾ കിട്ടുന്നില്ല. അതും ഒരു രീതിയിലുള്ള നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഇല്ലാതെയാണ് ഇവർക്ക് പെട്ടെന്ന് ട്രാൻസ്ഫേഴ്സ് ആണ് നടക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഇത്ര കെയർലെസ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? പുതിയ പോസ്റ്റ് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെങ്കിൽ പുതിയ പോസ്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ അവിടെ അത്രയും. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ് അത്രയും കൂടും, ഓവർ ഹെഡ്സ് കൂടും, അവർക്ക് സാലറി കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ പഴയ ആൾക്കാരെ തന്നെ ഇപ്പം എന്തിനാണ് ഈ കൂട്ടി കൊണ്ടുപോകുന്ന ഏജ്? 55 പണ്ട് റിട്ടയർമെൻറ്റ്, 58, 60, എന്തുകൊണ്ടാണ്? അപ്പം പെൻഷൻ കൊടുക്കണ്ട, ഇങ്ങനെ ഒരു സാലറി കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. പെൻഷൻ്റെ കൂടെ വരുന്ന മറ്റുള്ള അരിയാസ് കാര്യങ്ങൾ ഇതെല്ലാം കൂടെ കൊടുക്കണ ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തു വിടണം. അപ്പോൾ അത്രയും കാലം കൂടെ ഗവൺമെൻറ് കയ്യിൽ ആ പൈസ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ന്യായീകരണങ്ങൾ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതായിരിക്കും. പക്ഷേ അവിടെ ഒരു ഭാഗത്ത് കെട്ടിടങ്ങൾ പണിത് കൂട്ടുന്നുണ്ട്. കോന്നിയിൽ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ, കോന്നി മെഡിക്കൽ കോളേജ് ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് എ മാസീവ് സ്ട്രക്ചർ, ഹ്യൂജ് സ്ട്രക്ചേഴ്സാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടത്. പക്ഷേ ഡോക്ടേഴ്സ് ഇല്ല, പേഷ്യൻസും ഇല്ല. കാരണം പേഷ്യൻ്റ് അവിടം വരെ കോന്നി മെഡിക്കൽ കോളേജിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട അവിടെ ഒന്നാമത് കുറച്ചൊരു ആൾക്കാർ പോപ്പുലേഷൻ കുറവുള്ള ഒരു സ്ഥലം കൂടിയിട്ടാണത്, കുറച്ചുകൂടി ഒരു റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലം കൂടിയിട്ടാണ്. കോന്നിയിൽ ശരി മെഡിക്കൽ കോളേജ് വേണം, പത്തനംതിട്ട ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വേണം. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോടുകൂടി ഉണ്ടാക്കി, സ്റ്റാഫ് പാറ്റേണോടുകൂടി, മറ്റ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാത്തോടു കൂടി. കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ സംഗതിയല്ലല്ലോ അതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് കുറേ ബിൽഡിംഗ് മാത്രം കെട്ടിയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു മെഡിക്കൽ കോളേജ് എന്ന് വിളിക്കാൻ പറ്റില്ല അതിനെ. അത് വെറും ആത്മാവില്ലാത്ത, വെറും ഒരു എന്താ പറയുക, ഒരു ശരീരം മാത്രമാണ് എന്ന് പറയുന്ന പോലെ, ആത്മാവില്ലാത്ത ശരീരം എന്ന് പറയുന്ന പോലെയാണ് ഈ മെഡിക്കൽ കോളേജുകളുടെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിന് മാറ്റം വരണമെങ്കിൽ നമുക്കത് ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. അതിനകത്ത് ഗവൺമെൻറ് വിചാരിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ പോലെ അതിൻ്റെ അവർക്ക് പൈസ, ഫണ്ട്സ് ഷോർട്ടേജ് എന്നുള്ളൊരു പേര് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ ബാക്കിയെല്ലാത്തിനും ഗവൺമെൻറ് ഫണ്ട് ഉണ്ട്, ഇതിന് മാത്രം ഫണ്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഓക്കെ സാർ, ഇപ്പം ഏത് ഇയറിലായിരുന്നു MBBS ജോയിൻ ചെയ്തത്? ഞാൻ 1991 ജോയിൻ ചെയ്തു. 1991. ഞാൻ 2021 ജോയിൻ ചെയ്തത്. സാറിൻ്റെ ജനറേഷനും എൻ്റെ ജനറേഷനും അത്യാവശ്യം വ്യത്യാസമുണ്ട്. നമ്മുടെ ജനറേഷനുള്ള ഏറ്റവും വലിയ ചീത്തപ്പേരാണ്, നിങ്ങൾ ഡോക്ടേഴ്സ് ഭയങ്കര മണി മൈൻഡഡ് ആണ്, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആവണം, നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ജനങ്ങൾ നോക്കിക്കാണുന്നത്? ഒരു ഡോക്ടർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ പ്രശ്നമാണ്, ഒരു ഡോക്ടർ ഇൻഫ്ലുവൻസർ ആയ അവിടെ പ്രശ്നമാണ്. നിങ്ങൾ സേവിക്കുക എന്നുള്ളൊരു രീതിയിലാണ് എപ്പോഴും ജനങ്ങൾ പറയാറുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഈ അടുത്തൊരു
ഇൻഫ്ലുവൻസർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ ഇൻഫ്ലുവൻസർ ആയത്, എന്തുകൊണ്ട് ഇപ്പം MBBS പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതിൻ്റെ അടിയിലുള്ള ഒരു കമന്റ് ആയിരുന്നു, പണ്ടൊക്കെ ഡോക്ടേഴ്സിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കുക, അവർ സേവിക്കുക എന്നുള്ളൊരു മൈൻഡിൽ മാത്രമായിരുന്നു നടന്നത്, പക്ഷെ നിങ്ങൾക്കൊക്കെ ഭയങ്കര മണി മൈൻഡഡ് ആണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. സാറിന് എന്താണ് തോന്നിയിട്ടുള്ളത്? അത് ആദ്യം മുതലേ സമൂഹം ഒരു ഡോക്ടർക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ്. അപ്പം അത് ആ ഒരു ഡെഫിനിഷനിൽ ഡോക്ടർ വരണമെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. സാധാരണ ജനങ്ങൾ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഡോക്ടർ ഭയങ്കര സീരിയസ് ആയിരിക്കണം, എപ്പോഴും മസിൽ പിടിച്ചേ ഇരിക്കാൻ പാടുള്ളൂ, ചിരിക്കാനൊന്നും അങ്ങനെ പാടില്ല, തമാശയൊന്നും പറയാൻ പാടില്ല, വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ എവിടെ ചെന്നാലും ആ ഒരു ഇതോടുകൂടി നിൽക്കണം, എന്നാൽ മാത്രമേ ഇവർക്ക് റെസ്പെക്ട് കൊടുക്കുകയുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ ധാരണയുണ്ട്. ഈവൻ ഒരു ഡോക്ടർ ഒരു പാട്ട് പാടിയാൽ, ഒരു ഡോക്ടർ അഭിനയിച്ചാൽ, സിനിമയിൽ അഭിനയിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു ഡാൻസ് ചെയ്താൽ ചോദിക്കും. അപ്പം എനിക്ക് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് നമ്മൾ ബാംഗ്ലൂർ ഒരിക്കൽ പോയ സമയത്ത് എപ്പോഴോ നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് എന്തോ ഡാൻസ് ചെയ്യുക, ഞാൻ എന്തോ കുറച്ച് ഡാൻസ് ചെയ്യുക, 2 സ്റ്റെപ്പ് കളിക്കുകയുണ്ടായി. അപ്പം നിങ്ങൾ ഡോക്ടറല്ലേ, ഡാൻസ് ഡാൻസ് കളിക്കുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ, ഞാൻ ഡാൻസ് കളിച്ചാൽ എനിക്ക് ഡോക്ടറെ ഡാൻസ് കളിച്ചു. അയ്യോ, ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കാൻ ഡോക്ടർമാർ ഡാൻസ് ഒന്നും കളിക്കില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾ. അപ്പോൾ ഇതൊരു പൊതുവായ ഒരു അങ്ങനെ ഒരു മിസ്കൺസെപ്ഷനാണ് ജനങ്ങളുടെ ഇടയിൽ, അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ വിചാരിക്കണം. പക്ഷേ പിന്നെയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഡോക്ടർമാർ ഓൾറെഡി സെറ്റിൽഡായി, അവർക്ക് ആവശ്യത്തിന് കയ്യിൽ പൈസയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ നിങ്ങൾ നോക്കി അവർ സെറ്റിൽഡ് അല്ല, എസ്പെഷ്യലി ഫസ്റ്റ് ജനറേഷൻ ഡോക്ടർ ആണെങ്കിൽ സ്ട്രഗിൾ ആണ്. അതെ, അപ്പോൾ അവർ സെറ്റിൽഡ് അല്ല, അവരുടെ പൈസ ഇല്ല, അവർ ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കിടന്നുപോലെ ഈ പല കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ജീവിക്കണ്ടേ, അവർക്കൊന്നുമില്ലെങ്കിലും ഡോക്ടർ എന്നുള്ള, നിങ്ങൾ ഡോക്ടർ എന്നുള്ള ഒരു പ്രൊഫഷനിലൂടെ അവർക്ക് പൈസ കൊടുക്കണം, അവർക്ക് അതിനുള്ള ഒരു മിനിമം വേതനം വേണം. മിനിമം വേതനം ഇല്ല ഇന്ന് സർക്കാർ സർവീസിൽ, അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞിട്ടില്ല, സംഘടനകൾ പോലും പറയുന്നില്ല ഒരു ഡോക്ടർക്ക് മിനിമം ഇത്ര വേതനം കൊടുക്കണം, ഒരു MBBS പാസ്സായ ഒരു ഡോക്ടർക്ക് ഒരു ഇത്ര വേതനമായിരിക്കണം, ഒന്നുമില്ല അയാൾ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ മണിക്കൂറിൽ ഇത്ര വേതനം വേണമെന്നോ, അല്ലെങ്കിൽ ഒരു രോഗിയെ നോക്കുകയാണെങ്കിൽ ഇത്ര വേതനം വേണമെന്നോ കൊടുക്കണമെന്നോ ഒരു സംഘടനകളും പറഞ്ഞിട്ടില്ല. IMA ഉൾപ്പെടെ നമ്മൾ IMAയിലൊക്കെ ഞാനൊക്കെ വാദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന, നമ്മൾക്ക് ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു ഡോക്ടർക്ക് ഇത്ര, ഒരു കൺസൾട്ടൻ്റ് ആയാലും മിനിമം ഇത്ര വേതനം വേണം, നിങ്ങൾ മാക്സിമം വാങ്ങിക്കോളൂ, കുഴപ്പമില്ല. മാക്സിമം നിങ്ങളുടെ റെപ്യൂട്ടേഷനും നിങ്ങളുടെ കഴിവും അനുസരിച്ച് ഒരു ഡോക്ടർക്ക് എത്ര കിട്ടും എന്ന് വെച്ചാൽ വാങ്ങിക്കോളും. പക്ഷെ മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും നിങ്ങൾ വാങ്ങണം, നിങ്ങൾ ഇത്രയെങ്കിലും മറ്റുള്ളവർ കൊടുത്തിരിക്കണം ആ ഡോക്ടർക്ക് വേതനമായിട്ട്. അതൊരു ഡോക്ടറുടെ റൈറ്റാണ് അല്ലേ? മറ്റേത് പ്രൊഫഷൻ എടുത്തോളൂ, എല്ലാത്തിനും ഒരു മിനിമം വേതനം ഇല്ലേ? അതാണ്. ഒരു മിനിമം വേതനം ഇല്ലാത്ത ഏതെങ്കിലും ഉദ്യോഗം ഉണ്ടോ നമ്മുടെ നാട്ടിൽ? എല്ലാ ഇതിനും ഒരു മിനിമം വേതനമുണ്ട്. ഡോക്ടർമാർക്ക് അത് ബാധകമല്ല, അവിടെയും ബാധകമല്ല. ഈ പൈസ ഇല്ലാണ്ട് ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അപ്പോൾ അവർ ഇൻഫ്ലുവൻസേഴ്സ് ആവും, അവർ മറ്റുള്ള ജോലികൾ വേറെ എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലുമൊക്കെ നോക്കും. അതിൻ്റെ അകത്ത് അവർ ചിലപ്പം ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നോക്കും, അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ നോക്കും. ഇതൊന്നും മണി മൈൻഡഡ് ആയി പോകുന്നു പറയാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിജീവനത്തിന്റെ ഭാഗമാണ്, ജീവിക്കണ്ടേ ഇതിൻ്റെ അകത്ത്. എനിക്ക് മനസ്സിലായിടത്തോളം മണി മൈൻഡഡ് ആണ് എങ്കിൽ ഒരാൾ ഈ പ്രൊഫഷനിൽ നിൽക്കൂല. കാരണം അയാൾക്ക് അറിയാം പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ എത്രയോ പ്രൊഫഷൻസ് ഉണ്ട്, ഇവിടെ നിൽക്കേണ്ട. ഇതിലിടുന്നതിന്റെ എനിക്ക് തോന്നുന്നു ഒരു പകുതിയോ അല്ല, ഒരു 10% എഫേർട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പൈസ സുഖമായി ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായും ഇന്ന് അതിനുള്ള അവന്യൂസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ അവൈലബിൾ ആണ്. അതിലൊക്കെ നിന്ന് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എത്രയോ പൈസ നിങ്ങൾക്ക്. അപ്പൊ പൈസക്ക് വേണ്ടിയിട്ടല്ല ഇതിന്റെ ഭാഗത്ത്. സർവീസ് എപ്പോഴും അതിൻ്റെ അകത്ത്. അത് നമ്മൾ 4.5 കൊല്ലം MBBS കഴിഞ്ഞ് 1 കൊല്ലം ഹൗസ് നഴ്സിംഗ് കഴിഞ്ഞ് ഈ രോഗികളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ടുവന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു പൾസ് എന്ന് പറയുന്നത് എല്ലാ ഡോക്ടർമാർക്കും മനസ്സിലാവും. അത് മനുഷ്യത്വം എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുള്ളത് തന്നെയാണ്. അത് പോവില്ല അതിൻ്റെ അകത്ത്. അത് കളഞ്ഞിട്ടല്ല ഒരു ഡോക്ടറും ഇവിടെ ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 1, 2, 3 ആൾക്കാരെ നിങ്ങൾക്ക് ചിലപ്പോൾ ചുറ്റുവട്ടത്ത് ഒറ്റപ്പെട്ട സംഭവം കൊണ്ട് കാണിച്ചു തരാൻ പറ്റുമായിരിക്കും. പക്ഷേ ഭൂരിഭാഗം ഡോക്ടർമാരും അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ മനുഷ്യത്വം എന്ന് പറയുന്നത് ഉള്ളിൽ കൊണ്ട് തന്നെയാണ് പോകുന്നത്, ചികിത്സിക്കുന്നതും. രോഗിക്ക് മോശം വരണം എന്ന് പറഞ്ഞ് ഇന്ന് നാട്ടിൽ ഒരു ഡോക്ടറും ഒന്നും ചെയ്യില്ല. ഞാൻ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് ആ രോഗിയുടെ അസുഖം മാറിയാലേ ആ രോഗി എനിക്ക് 2 രോഗികളെ തിരിച്ചു കൊണ്ട് തരുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അഡ്വർടൈസിങ് ഇതെന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്.
അപ്പം ഞാൻ എന്തിനാണ് ഈ പേഷ്യൻറ്റിനെ ടാക്സ് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും ടാക്സ് ചെയ്യുന്നത്? അതെ. ഒരു പ്രോബ്ലമായിട്ടൊരു പേഷ്യൻ്റ് വന്നാൽ ആ പേഷ്യൻറ്റിന് ഞാനൊരു മരുന്ന് എഴുതി കൊടുത്തു, അസുഖം മാറി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ അത്ര ഒരു നമുക്കൊരു മനസ്സിനൊരു സുഖം എന്ന് പറയുന്നത് മറ്റെന്ത് ചെയ്താലും നമുക്ക് കിട്ടില്ല. അതിൻ്റെ അകത്ത് whatever you do അത്രമാത്രം ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഒരു പേഷ്യൻ്റെ ഒരു സിംറ്റം, ഒരു പ്രോബ്ലം അലീവിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അങ്ങനെ സന്തോഷം ആ പേഷ്യൻ്റ് പോയിട്ട് പറയുന്ന ആൾ അതിൻ്റെ ഡോക്ടർ നല്ലതാണ്, അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കൊക്കെ പേഷ്യൻസ് കൊണ്ടുവരുന്നത്. അല്ലാതെ ഇയാൾക്ക് മരുന്ന് എഴുതി കൊടുത്ത് അവിടെ എഴുതി കൊടുത്ത് കുറേ അപ്പോൾ പിന്നെ ആരെങ്കിലും പിന്നെ വരുമോ, പിന്നെ കാണിക്കാൻ വരുമോ? ആരും വരില്ല. അതെ, പേഷ്യൻസിന് രോഗം മാറണം, അതിലും കൂടുതൽ ഡോക്ടേഴ്സിനാണ് പേഷ്യൻസിന്റെ രോഗം മാറി കാണാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നമ്മളെല്ലാം എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ, എല്ലാ ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അകത്ത് അതിൽ മേ ബി വെരി ഫ്യൂ ഒറ്റപ്പെട്ട എക്സെപ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതിപ്പോൾ എവിടെ ഇല്ലാത്തത് എല്ലായിടത്തും ഉണ്ടാവും. അതിൻ്റെ അകത്ത് അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള, ഇപ്പം ഹെൽത്ത് കെയറിലേക്ക് കയറാൻ പോകുന്ന യൂത്തിൻ്റെ അടുത്ത് സാറിന് എന്ത് മെസ്സേജ് അല്ലെങ്കിൽ അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? യൂത്തിനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ പ്രൊഫഷൻ ഇപ്പം ഫുള്ളി അസസ്ഡ് ആണ്, ഭയങ്കര ചുറ്റുമുള്ള ആൾക്കാർ മോണിറ്റേർഡ് ആണ് ചുറ്റുമുള്ളത്. ഇതിൽ നിന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ആൾക്കാർ ഇങ്ങനെ അസസ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇയാൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരുന്നത് തന്നെ പലപ്പോഴും ഒരു സംശയമായിട്ട് വരുന്ന അവർ ആദ്യം ഗൂഗിളിൽ റെഫർ ചെയ്യും. ഒരു അസുഖം അവർ കണ്ടെത്തിയിട്ടുണ്ടാവും, ആ അസുഖവും ഈ ഡോക്ടർ പറയുന്ന അസുഖവും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം. ഈ മരുന്ന് അവർ ഓൾറെഡി ഗൂഗിളിൽ ഒന്നീ നോക്കും, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ കൊടുത്താൽ അവർ പോയി കഴിക്കുന്നതിന് മുമ്പ് നോക്കിയിട്ട് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് കഴിക്കുക. ഇനി സർജിക്കൽ ഫീൽഡാണെങ്കിലോ എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് സെക്കൻഡ് കൺസൾട്ടേഷൻ, തേർഡ് കൺസൾട്ടേഷൻ. അതായത് എന്തിനാണ് വരുന്നതെന്ന് അറിയാമോ? ഒരു ഡോക്ടർ സർജറി അഡ്വൈസ് ചെയ്തു, അപ്പോൾ ഇത് ഉള്ളതാണോ വേണ്ടതാണോ എന്ന് ചോദിച്ച് വരാനായിട്ട് അടുത്തൊരു, പിന്നെ അഗെയിൻ വീണ്ടും ഈ രണ്ടാളും രണ്ട് ഡിഫറെൻ്റ് ഒപ്പീനിയൻ പറയും. സ്വാഭാവികമായും ഏത് കാര്യത്തിനും രണ്ട് ഒപ്പീനിയൻ ഉണ്ടാവും, ഏത് സർജറി വേണമെന്നാവും അല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളൊരു ഒപ്പീനിയൻ. പേഷ്യൻ്റ് പിന്നെയും കൺഫ്യൂസ്ഡ് ആയി, മൂന്നാമത്തെ വീണ്ടും ഒരു ഡോക്ടറെ പോയി കാണും ഇതിൻ്റെ അകത്ത്. അപ്പം ഇങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ, ഇപ്പോൾ ചില ക്ലിനിക്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ ക്ലിനിക്സ്. ക്ലിനിക്കിന്റെ പേര് അങ്ങനെ, അതായത് ഓൺലൈനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ പറയുന്നതിൽ സംശയമുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ആപ്പൊക്കെ പോലെ നിങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്ത് പറയുക, നിങ്ങളുടെ കംപ്ലയിൻസ്. വി ഹാവ് ഗോട്ട് എ പാനൽ ഓഫ് ഡോക്ടേഴ്സ്, സം 50+ ഓഡ് ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് ആർ ദേർ. നമ്മൾ നോക്കിയിട്ട് ഞങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് നിങ്ങളോട് പറയും ചെയ്യണോ വേണ്ടത്. യു ജസ്റ്റ് രജിസ്റ്റർ ഇറ്റ്, അബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് ഫ്രീ ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുതിയ വരുന്നുണ്ട്. ഇനി അടുത്തൊരു 5 കൊല്ലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇനി ക്ലിനിക്സ് തന്നെ വരും. സെക്കൻഡ് ഒപ്പീനിയൻ ക്ലിനിക്സ് ഒരു പൊട്ടൻഷ്യൽ ഫീൽഡാണ്. അഗെയിൻ എടുത്തോളൂ, സെക്കൻഡ് ഒപ്പീനിയൻ ക്ലിനിക്സ് അല്ലെ തേർഡ് ഒപ്പീനിയൻ, അതിന് ഒരു മാർക്കറ്റ്, നല്ല മാർക്കറ്റുണ്ട്. ഈ നമ്മുടെ പ്രൊഫഷൻ ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിലാണ്. അപ്പം ഈ 1988 91 കണ്ടാണ് ഈ CP ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. 95 സുപ്രീം കോടതി നമ്മുടെ ഡോക്ടേഴ്സിനെയും ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴ്പ്പെടുത്തുന്നത്. എന്നാണോ നമ്മുടെ പ്രൊഫഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിലായത്, അന്ന് മുതൽ നമ്മളെന്ന് പറയുന്നത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം വാണിജ്യപരമാണ്, വ്യവസായമാണ്, ബിസിനസ്സാണ്. കാരണം കോടതിയിൽ പറഞ്ഞത് നിങ്ങൾ CP ആക്ടിൻ്റെ ഇതിൻ്റെ പരിധിയിലാണെന്ന് വരുന്നത്. കൺസ്യൂമറാണ്, പേഷ്യൻറ്റിനെ കൺസ്യൂമറാക്കി. അവിടെ പേഷ്യൻറ്റിനെ നിങ്ങൾ കൺസ്യൂമറാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും എന്താ പറയുക, അത് ഒരു ബിസിനസ്സായി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും 1 to 1 കോൺട്രാക്റ്റായി അങ്ങോട്ട്. അപ്പം അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതിൻ്റെ അകത്ത്. അപ്പം ഇവിടുത്തെ കോടതികൾക്കും അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കോടതികൾക്ക് അതിൻ്റെ അകത്തൊരു ചെറിയ റോളുണ്ട് നമ്മുടെ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനാവശ്യമായിരുന്നു. അതിൻ്റെ അകത്ത് ഡോക്ടർമാരെ ഉൾക്കൊള്ളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അതിൻ്റെ അകത്ത്. കാരണം അത്രയും നാളും നടന്നുകൊണ്ടിരുന്നത് തന്നെയാണ്, ചികിത്സകൾ നടന്നുകൊണ്ടിരുന്ന, ഒരു കുഴപ്പമില്ലാണ്ടിരുന്നു. ഇതിനെ കുത്തിക്കയറ്റി മനസ്സിൽ നിങ്ങളൊരു കൺസ്യൂമറാണ്, നിങ്ങൾക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു രോഗീനെ നിങ്ങൾ വിചാരിച്ച സർവീസ് അവിടെ കിട്ടിയില്ലേ, നിങ്ങൾക്ക് ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാം എന്ന് പറയുന്നതിൻ്റെ പുറത്താണ് ആ രോഗി തിരിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഡോക്ടറും എന്ത് ചെയ്തു, ഡിഫെൻസീവ് പ്രാക്ടീസിലോട്ട് തുടങ്ങി. അപ്പം കാരണം കേസ് വരാതിരിക്കണമെങ്കിൽ ഡിഫെൻസീവ് പ്രാക്ടീസ് വേണം. അപ്പം ഇൻവെസ്റ്റിഗേഷൻസ്, ഒരു ഹെഡ് ഏക്ക് ഒരു പേഷ്യൻ്റ് വന്നു, ഈ ഹെഡ് ഏക്ക് മാറുന്നോ, ചിലപ്പോൾ സിമ്പിൾ ഹെഡ് ഏക്ക് ആയിരിക്കാം, ഒരു മൈഗ്രെയിൻ ഹെഡ് ഏക്ക് ആവാം. ഇനി ഹെഡ് ഏക്ക് വന്ന പേഷ്യൻ്റ് ചിലപ്പോൾ ബ്രെയിൻ ട്യൂമറും ആവാം. ഇനി വരുന്ന എല്ലാ പേഷ്യൻറ്റും ബ്രെയിൻ ട്യൂമറാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഹെഡ് ഏക്ക് പേഷ്യൻ്റിനെല്ലാം പിടിച്ച്, അപ്പം സ്വാഭാവികമായും ഹെഡ് ഏക്ക് പേഷ്യൻസ് വന്നാൽ അത് ചിലപ്പം വിത്ത് വോമിറ്റിംഗ്, ഒരു മൈഗ്രെയിൻ ഓറ അല്ലെങ്കിൽ വിത്തൗട്ട് ഓറ ആയിരിക്കും. അത് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യും. ചിലപ്പോൾ
ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞ് വീണ്ടും വരും, ഹെഡേക്ക് മാറിയില്ല എന്തെങ്കിലും വരുമ്പോൾ അപ്പോൾ ഡോക്ടർ സ്കാൻ എടുക്കാൻ പറയും, നോക്കും. ഇതാണ് സാധാരണ സംഭവിക്കുക അല്ലേ ഒരു ഇതിനകത്ത്. ഇപ്പോൾ പേഷ്യൻ്റ് എന്താ ചെയ്യുന്നത്? പേഷ്യൻ്റ് നേരെ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം പോയിട്ട് തന്നെ ന്യൂറോളജിസ്റ്റിനെ കാണും, നേരെ പോയി സൂപ്പർ സ്പെഷ്യാലിസ്റ്റിനെ കാണും. സൂപ്പർ സ്പെഷ്യാലിസ്റ്റിനെ കാണുന്ന സമയത്ത് സൂപ്പർ സ്പെഷ്യലിസ്റ്റിന് ഒരു ആധികാരികമായി പറയണ്ടേ ഈ രോഗിയുടെ അടുത്ത്, നാളെ വാട്ട് ഹാപ്പൻസ്, ഇപ്പം മിസ് ചെയ്ത് പോയാൽ എന്ത് ചെയ്യും? പേഷ്യൻറ്റിന് കുഴപ്പമൊന്നുമില്ല, മൈഗ്രെയിൻ, വേറൊരു ആശുപത്രിയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഒരു സ്കാൻ എടുത്ത് തലയിൽ എന്തെങ്കിലും ബ്രെയിൻ ട്യൂമറായി, അപ്പം ഡോക്ടേഴ്സ് ബീങ് സ്കെയർഡ്, നാളെ ഇയാൾക്കെതിരെ കേസ് കൊടുക്കത്തില്ല, നിങ്ങൾ മിസ് ചെയ്തല്ലേ, നിങ്ങൾ എൻ്റെ എത്രയും ദിവസത്തെ ഇത്. അപ്പം ഡോക്ടേഴ്സ് പ്രാക്ടീസ് ഡിഫെൻസീവ് മെഡിസിൻ. അപ്പം ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ ഹെഡേക്ക് ഉടനെ സ്കാൻ എടുക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു ചോദ്യമുണ്ട്, വൈ അൺനെസസറി ഇൻവെസ്റ്റിഗേറ്റിംഗ് പേഷ്യൻറ്റിനെ? എന്തിനു വേണ്ടിയിട്ട് രോഗികൾ ഇങ്ങനെ ആദ്യം കാണുമ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം? അത്രയൊക്കെ ബ്ലഡ് ടെസ്റ്റ് പേഷ്യൻസിനുള്ളൊരു സംശയം കൂടിയാണ്, എന്തിനാണ് ഇത് ഇത്രയും സ്കാൻ കാര്യങ്ങൾ എഴുതി തരുന്നത്? ഇവർക്ക് ടൈപ്പ് ആണ് ലാബായിട്ട്, അങ്ങനെയുള്ള നാളെ ഇതേ പേഷ്യന്റിന് ഇത് മിസ് ചെയ്ത് എന്തോ പറ്റും? നമുക്കാണ് പ്രശ്നമാണ്. അപ്പം ഇപ്പം എല്ലാ പേഷ്യൻറ്റും ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ പേഷ്യൻ്റ് എല്ലാം ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാപ്പിലഡീമ കാണണം, അല്ലെ അത് കാണണം, ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. ചിലപ്പം അതിൻ്റെ അകത്ത് ഇതൊന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ അകത്ത് എന്തെങ്കിലും ഗ്രോത്തോ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ സൈഡിലൊന്ന് ചെറുതായിട്ട് 2 ആഴ്ച മുന്നേ ഒന്ന് തലയൊന്ന് മുട്ടിയിട്ടുണ്ടാവും, തട്ടിയിട്ടുണ്ടാവും. ഒരു സബ്ഡ്യൂറലായിരിക്കാം അവിടെ ഉണ്ടാവുന്നത്. പേഷ്യൻ്റ് ഓർക്ക് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ തട്ടിയ കാര്യം, അവിടെ ഒരു സബ്ഡ്യൂറൽ ഉണ്ടാവും, ഹെഡേക്ക് മാറുന്നില്ല. ഇത് മിസ് ചെയ്താൽ എന്താ ചെയ്യുക? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സബ്ഡ്യൂറൽ മെല്ലെ മെല്ലെ കൂടി ഒരു ദിവസം പെട്ടെന്ന് അയാൾ അൺകോൺഷ്യസ് ആയി ഒറ്റ വീഴ്ച, ആശുപത്രി കുട്ടി. അന്നേ ഞാൻ മറ്റേ ഡോക്ടറെ കാണിച്ചത്, അയാൾക്കൊരു കുന്തവും അറിയത്തില്ല, തോന്നിയില്ലെന്ന് പറയും. അതാണ് കറക്റ്റ് ഡയലോഗ്. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ, തൻ്റെ പേരിൽ പഴി കേൾക്കാതിരിക്കണമെങ്കിൽ, തനിക്ക് നാളെ ആരോപണങ്ങൾ വിചാരിക്കണമെങ്കിൽ, നാളെ കേസിന് തൻ്റെ പുറത്ത് വരാതിരിക്കണമെങ്കിൽ ആ ഡോക്ടർ എടുക്കുന്ന ഒരു ഡിഫൻസ് ആണ് ഇതിനകത്ത്. ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. പോവും. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എൻ്റെ അകത്ത് അടുത്ത നെയ്ബർ എന്നെ കാണിക്കാനായിട്ട് തലകറക്കമായിട്ട് കാണിക്കാൻ വന്നു. അത് ENT റിലേറ്റഡ് വേർട്ടേഗോ ആയിരുന്നില്ല, എല്ലാം നെഗറ്റീവ് ആയിരുന്നു. പൊസിഷൻ ടെസ്റ്റ് എവറിത്തിങ് നെഗറ്റീവ് ആയിരുന്നു. ഒക്കെ നോക്കി നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല കുറച്ച് ദിവസം കൂടെ ഒന്ന് മരുന്ന് കഴിക്കും, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പേഷ്യൻ്റ് അങ്ങനെ വലിയ ഛർദിയൊന്നുമില്ല, ഇരിക്കുമ്പോൾ ഒരു ആട്ടം പോലെ ഇത്രയൊക്കെ ഉള്ളൂ. പേഷ്യൻ്റ് മാറാത്തത് കൊണ്ട് അവർ വേറൊരു ആശുപത്രി, വേറൊരു ഡോക്ടറെ കാണിച്ചു. അതൊരു വലിയ ആശുപത്രി ആയതുകൊണ്ട് അപ്പം തന്നെ എല്ലാ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തു. നോക്കുമ്പോൾ ബ്ലഡിൽ കൗണ്ട് വാസ് 2 lakh സംതിങ് ടോട്ടൽ കൗണ്ട്. ഈ ഹെഡ് ലുക്കീമിയ. അപ്പോൾ ഈ തലകറക്കം വരുന്ന പേഷ്യൻ്റ് അല്ല ലുക്കീമിയ പേഷ്യൻ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ സ്വാഭാവികമായും സെക്കൻഡ് ടൈം ഓർ തേർഡ് ടൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പേഷ്യൻ്റ് മാറി കാണിച്ചു, അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്നു അല്ലേ. അപ്പം ഇപ്പം ഞാൻ എല്ലാ പേഷ്യൻ്റിനെയും അപ്പം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, കാണുന്ന എല്ലാ പേഷ്യൻ്റിനെയും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ലൈൻ ഉണ്ടല്ലോ, ഡിഫൈനിങ് ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര നേർത്തതാണ്. ഒന്ന് അങ്ങോട്ടായാൽ ഒന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അതിൽ നമ്മൾ പിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഗൈഡ് ലൈൻസ്. ഇപ്പം പ്രാക്ടീസ് എന്ന് പറയുന്നത്, ഞാൻ ജൂനിയേഴ്സിനാണ് നേരത്തെ പറഞ്ഞ ചോദ്യത്തിലോട്ട് വരാം. അതിൻ്റെ അകത്ത് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ഗൈഡ് ലൈൻസ് റിലേറ്റഡ് ആണ്. നിങ്ങൾ ഒരു എപ്പോഴാണ് ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു PU പൈറക്സിയ അൺനോൺ ഒറിജിൻ വന്നു, എത്ര ദിവസം നിങ്ങളത് നോക്കും, എത്ര ദിവസം നിങ്ങളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, എപ്പോൾ നിങ്ങൾ ബ്ലഡ് കൾച്ചർ എടുക്കും, നോക്കും. ഇതിനൊക്കെ ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ട് അതിൽ വരുന്നത്. അപ്പം നമ്മളെപ്പോഴും ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഗൈഡ് ലൈൻസ് ഓറിയൻറ്റഡ് ആയിരിക്കണം എല്ലാ സ്പെഷ്യാലിറ്റികളും. അതിപ്പോൾ GP ആണെങ്കിലും ENT ആണെങ്കിലും ഓഫ്താൽമോളജി ആണെങ്കിലും എന്തായാലും എന്തൊക്കെ ചെയ്താലും. ഇനി ഈവൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് ഓരോ കണ്ടീഷൻസിന്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ടോൺസിലക്ടമി നിങ്ങൾ ചെയ്യണമെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് 4 to 6 attacks ഓഫ് ടോൺസിലൈറ്റിസ് ഇൻ എ ഇയർ വരികയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ അതിന് ക്രോണിക് ടോൺസിലൈറ്റിസ് എന്ന് വിളിക്കുക. അപ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു തവണ ടോൺസിലൈറ്റിസ് വന്നു, അല്ലെങ്കിൽ ടോൺസിൽ ഇത്തിരി വലുതായിരുന്നു, കയറിയിട്ട് ടോൺസിലക്ടമി ചെയ്യേണ്ട കാര്യമില്ല അതിൽ. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് അൺനെസസറി ടോൺസിലക്ടമിയാണ് ചെയ്യുന്നത്. വെറുതെ അവിടെ ഒരു കെരട്ടോസിസ് അല്ലെങ്കിൽ ഒരു ടോൺസിലർ സ്റ്റോൺ കണ്ടു ഉടനെ ഒരു ടോൺസിലക്ടമി അഡ്വൈസ് ചെയ്യുന്നത് അൺനെസസറി ടോൺസിലക്ടമിയാണ്. അപ്പം എവറിത്തിങ് ഷുഡ് ബി ഗൈഡ് ലൈൻസ് റിലേറ്റഡ് പ്രാക്ടീസ് ആയിരിക്കണം നമ്മുടേത് അതിൻ്റെ അകത്ത്. പിന്നെ എത്തിക്കൽ കൺസേൺസ്, ഇത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യണം. മോറലി, എത്തിക്കലി ഇതെല്ലാം നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ പോകണം എന്നുള്ളത്. സ്വന്തമായി സ്ഥാപനം തുടങ്ങാനുള്ള എല്ലാ വിധത്തിലുള്ള മാർഗങ്ങളും നോക്കുക. സ്വന്തം നിലനിൽപ്പിൻ്റെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസേര നമ്മൾ വലിച്ചിട്ട് നമ്മൾ ഇരുന്നേ പറ്റുള്ളൂ. ഇടക്കാലത്ത് ഡെൻ്റൽ ക്ലിനിക്കുകൾ കുറേ ഇങ്ങനെ ഈ ഡെൻറ്റിസ്റ്റിൻ്റെ സാലറി ഭയങ്കര കുറവായിരുന്നു.
ഇവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അപ് ടു അറൗണ്ട് 6,000 വരെയൊക്കെ സാലറി വന്നു. BDS കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർക്ക് അത്രത്തോളം. ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിന് 10,000 ഉണ്ട്. ഇവിടെ ഡെന്റിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. സഡൻലി വാട്ട് ഹാപ്പൻഡ്, നാട്ടിൽ മുഴുവൻ എല്ലായിടത്തും കൂടി കഴിഞ്ഞാൽ ഡെൻറ്റൽ ക്ലിനിക്സ് വന്നു. മുക്കിനും മൂലയ്ക്ക് എന്താ പറ്റിയ, അവർ നേരെ പോയിട്ട് തുടങ്ങുന്നതാണിത്. ഡെൻറ്റൽ ക്ലിനിക്ക് തുടങ്ങാൻ അവർ തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് പേഷ്യൻ്റ് വന്നാൽ മതി, 5 പേഷ്യൻ്റ് വന്നാൽ മതി. ദർ ബി എ പ്രൊസീജിയർ, ഒരു കുറച്ചത് ഉണ്ടാവും. അവർ ആഴ്ചയിൽ 2 ദിവസം വേറെ കൺസൾട്ടൻസ് വരും, അവിടെ ഇരിക്കും. സ്ലോലി അവർ ബിൽഡപ്പ് ചെയ്ത് തുടങ്ങി അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമുക്ക് നമ്മുടെ നാട്ടിലും വേണം അതിൻ്റെ അകത്ത്. അവിടെയാണ് നമുക്ക് ഈ ഇറങ്ങി വരുന്ന ജൂനിയർ ഡോക്ടേഴ്സിന്, ഇപ്പോൾ എല്ലാവർക്കും ഒന്നും PG കിട്ടില്ല, എല്ലാവർക്കും ഒന്നും സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആവാൻ പറ്റില്ല. കുറേ പേര് MBBS ആയിട്ട് നിന്നേ പറ്റൂ. ഫാമിലി മെഡിസിൻ ഒരു വലിയൊരു വരുന്നൊരു സ്പെഷ്യാലിറ്റിയാണ് ഫാമിലി മെഡിസിൻ. അല്ലെങ്കിൽ GP എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ സാധനമല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. GP ഫാമിലി ഫിസിഷ്യൻ എന്ന് പറയുന്നത് പ്രാക്ടീസ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഓറിയൻറ്റഡ്, ഫാമിലി ഫിസിഷ്യൻ ഓറിയൻറ്റഡ് ആയിരിക്കണം അതിൻ്റെ അകത്ത്. നമ്മളൊരു കുടുംബ ഡോക്ടർ, നമുക്കൊരു കുടുംബ ഡോക്ടർ ഉണ്ടാവുക, ആ ഒരു ഏരിയയിലൊരു ഡോക്ടറായിട്ട് നിൽക്കുക. അതിൽ നമ്മൾ എന്തെങ്കിലും വാർണിംഗ് സൈൻസ് വരുമ്പോൾ മാത്രം നമ്മൾ റെഫർ ചെയ്യുക അങ്ങോട്ടേക്ക്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പ്രാക്ടീസിനെ നമ്മൾ സ്വയം മോൾഡ് ചെയ്ത് വരണം. അസോസിയേഷൻസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവരെ ഗ്രൂം ചെയ്യാൻ പറ്റും. സീനിയേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവരെ കൊണ്ടുവരാൻ പറ്റും. ഒരു കൈത്താങ്ങ് മതി, തീർച്ചയായും അവരെയും നമുക്ക് കൂടെ കൊണ്ടുപോകാം. അറ്റ്ലീസ്റ്റ് നമ്മുടെ പുറയിലല്ല, നമ്മുടെ കൂടെ തന്നെ അവരെയും കൂടി തോളോട് തോൾ ചേർത്ത് പോകാൻ ശ്രമിക്കുക. സർ, ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പൊളിറ്റിക്കൽ കൺസേൺസ്, അതേപോലെ തന്നെ ഇപ്പം സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഹെൽത്ത് കെയർത്തെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ യുവാക്കൾ കേൾക്കണം ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ സാറിൽ നിന്ന് കേൾക്കാൻ പറ്റി. പക്ഷെ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അറിയാൻ താല്പര്യപ്പെടുന്ന വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സാറിൻ്റെ MBBS ജേണിയാണ്. സാറിൻ്റെ MBBS ജേണി, സാർ എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിൽ, സാറിൻ്റെ PG ലൈഫ്, സാർ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്? സോ ആ ഒരു ഇൻഡിവിജ്വൽ ജേണിനെ കുറിച്ച് നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യണം. ഈ കാര്യങ്ങൾ നമ്മൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് രാധിക ദീജു സൈനിങ് ഓഫ്.